ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. 2004 അധികാരത്തിലേറുമ്പോൾ UPA രാജ്യത്തിനു മുന്നിൽ ഏറ്റവും മാതൃകാപരമായ പദ്ധതിയായിരുന്നു ദേശീയ തൊഴിലുറപ്പ് പദ്ധതി. ഇന്ന് വരെ നല്ല രീതിയിൽ നടന്ന പദ്ധതി. മറ്റൊരു വരുമാനവുമില്ലാത്ത മനുഷ്യർക്ക് സമാശ്വാസമായ പദ്ധതി. ഗ്രാമീണ ഇന്ത്യക്കായി അങ്ങനെയൊരു പദ്ധതി കൊണ്ടുവരുമ്പോൾ ആ സർക്കാരിന് യാതൊരു സംശയവും ഉണ്ടായില്ല പേരിടുന്നതിൽ. ഗ്രാമസ്വരാജ് സ്വപ്നം കണ്ട ഗാന്ധിജിയുടെ പേരിൽ ഇതുവരെ അറിയപ്പെട്ടു അത്. ഇനി അതിൽ രാഷ്ട്രപിതാവില്ല. ഇനിയെല്ലാം കേന്ദ്രം തീരുമാനിക്കും. എത്ര തുക, ഏതു മേഖലകൾ, ഏതെല്ലാം ജോലികൾ എല്ലാം കേന്ദ്രം തീരുമാനിക്കും. അല്ലെങ്കിലേ ഫണ്ടിനായി പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ അഭ്യർത്ഥിച്ച് ദില്ലിക്ക് വണ്ടി കയറേണ്ട അവസ്ഥയാണ്. തൊഴിലുറപ്പിന്റെ വിഹിതം കൂടി കെട്ടിവെക്കുന്നതോടെ കേരളം പോലുള്ള സംസ്ഥാനങ്ങളുടെ നട്ടെല്ലൊടി. ഒന്നും രണ്ടുമല്ല, 1600 കോടിയാണ് കേരളം ഈ പരിഷ്കരണത്തിലൂടെ വഹിക്കേണ്ടി വരിക. ചോദ്യമിതാണ്, ഗാന്ധിക്ക് റാം വെട്ടോ? ചർച്ചയിൽ CPIയിൽ നിന്നും P. സന്തോഷ് കുമാർ MP-യാണ്, കോൺഗ്രസിൽ നിന്നും VR അനൂപ്, ആക്ടിവിസ്റ്റ് ദിനു വെയിൽ, AK അനുരാജ് വലതു നിരീക്ഷകൻ, BJP അനുഭാവി എന്നിവരാണ് ചർച്ചയിലുള്ളത്. ആദ്യം ഞാൻ ശ്രീ സന്തോഷ് കുമാറിലേക്ക് പോകുന്നു. ശ്രീ സന്തോഷ് കുമാർ, ഇന്ന് പാർലമെന്റിൽ പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിഷേധം പാർലമെന്റിനകത്തും പുറത്തും കണ്ടു. ഇടതു പാർട്ടികൾ ഒറ്റയ്ക്കുള്ള പ്രതിഷേധവും കണ്ടു. ഇക്കാര്യത്തിൽ ഒരുമിച്ചുള്ള പ്രതിഷേധം എന്ന രൂപത്തിലേക്ക് എത്തുന്നുണ്ടോ? ബില്ലിന്നിപ്പോ ലോക്സഭയിൽ അവതരിപ്പിച്ച് പാസാക്കി 4:30 മണിക്ക്. ഒരുമിച്ചുള്ള പ്രക്ഷോഭമൊക്കെ നടക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അത് ഞങ്ങള് മാത്രമായിട്ട് തീരുമാനിച്ചാൽ നടക്കുന്ന ഒരു കാര്യമല്ലല്ലോ ഒരുമിച്ചുള്ള പ്രക്ഷോഭം. പ്രത്യേകിച്ചിട്ട് കോൺഗ്രസ് കുറെ കൂടി വലിയ പാർട്ടിയായിരിക്കവേ അവരും കൂടെ എടുക്കേണ്ട മുൻകൈ അതിനകത്ത് ഉണ്ട്. എന്തായിരുന്നാലും അത് നടക്കുമെന്നാണ് എന്റെ ഉറച്ച പ്രതീക്ഷ. പക്ഷെ അതിനേക്കാൾ ഉപരിയായി ഉള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വളരെ ഇത്തവണത്തെ ഈ ഓൾ പാർട്ടി മീറ്റിംഗിന് മുൻപ് പോലും കൊണ്ടുവരാത്ത ഒരു അങ്ങനെ സാധാരണ അവരൊരു ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും, അല്ലെ തരും. ആ ഘട്ടത്തിൽ പോലും പരാമർശിക്കാത്ത ഒരു പുതിയ നിയമമായിട്ട് വന്നു. 1-2 ദിവസം മാത്രം ഇത് നമ്മളെ പബ്ലിക് ഡൊമൈനിൽ നിന്നു. ഇന്നത് പാസ്സാക്കുകയും ചെയ്തിരിക്കുന്നു, ഈ മൃഗീയമായ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട്. ഇവിടെ നിങ്ങൾ ഇതിന്റെ തുടക്കം കുറിച്ചുകൊണ്ട് കാണിച്ച സംഭാഷണങ്ങളിലും മറ്റ് കമന്റുകളിലും ഒക്കെ പറഞ്ഞതുപോലെ അതിഭീകരമായ ഒരു കടന്നാക്രമണമാണ് നടത്തിയിരിക്കുന്നത്. പല തലങ്ങളിലുള്ള ഒന്നാണത്. ഇപ്പൊ 1600 കോടി എന്നുള്ളൊരു കണക്ക് സ്മൃതി അവതരിപ്പിക്കുമ്പോൾ പറഞ്ഞു. അത് വരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ 4000-ലധികം കോടിയാണ് കഴിഞ്ഞ വർഷം, അല്ലെ സാധാരണ ശരാശരി ഒരു വർഷം കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടി നമുക്ക് കിട്ടുന്ന തുക എന്ന് പറയുന്നത്. അപ്പോ അതിനകത്ത് 60-40 വരുമ്പോൾ പറയുന്ന തുകയാണ് കറക്റ്റായിട്ട് 1600 കോടി എന്ന് പറയുന്നത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയെ കുറിച്ചെല്ലാം നമുക്ക് നല്ലതുപോലെ അറിയാം. കേരളം ഉൾപ്പെടെ മഹാഭൂരിപക്ഷ സംസ്ഥാനങ്ങളും, ഈ ഹിമാലയൻ സംസ്ഥാനങ്ങൾ എന്ന് വീക്ഷിക്കുന്ന 2-3 സംസ്ഥാനങ്ങൾ, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ, ഈ 3 സംസ്ഥാനങ്ങളും നോർത്ത് ഈസ്റ്റും, അവർക്കാണ് 90-10 കിട്ടുക. പിന്നെ ലെജിസ്ലേച്ചർ ഇല്ലാത്ത കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് പൂർണ്ണമായിട്ടും. പക്ഷെ കേരളം ഉൾപ്പെടെയുള്ള മഹാഭൂരിപക്ഷം സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് അതിഭയങ്കരമായ ഒരു പ്രശ്നമാണിത്. വളരെ പെട്ടെന്ന് ഒരു ബോംബാക്രമണം പോലെ നമ്മുടെ ഗ്രാമീണ മേഖലയുടെ മേൽ വന്ന ഒരു ബോംബാക്രമണം കണക്കെ ഈ ബില്ല് മാറിയിരിക്കുകയാണ്. ഈ മന്നരേഖ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നിങ്ങളെല്ലാം മനസ്സിലാക്കിയതുപോലെ ഉള്ള നിരവധി സ്കീമുകൾ. ഈ സ്കീമുകൾ എത്രയാണ് പ്രഖ്യാപിക്കുന്നത് എന്ന് പ്രഖ്യാപിക്കുന്നവർക്ക് തന്നെ അറിയില്ല. എന്തോരം സ്കീമുകൾ നടക്കുന്നു, ആ സ്കീമുകളിൽ തന്നെ എന്തെല്ലാം പ്രൊവിഷൻസ് ആണെന്നൊക്കെ പഠിക്കുക വളരെ പ്രയാസമാണ്. പക്ഷെ അതൊക്കെ നമുക്ക് മാറ്റി നിർത്താം. ഇത്രയധികം പദ്ധതികളിൽ, സ്കീമുകളിൽ, ഗ്യാരണ്ടീഡ് ആയതും അല്ലാത്തതിനകത്തും ഒക്കെ വെച്ച് ഏറ്റവും കൂടുതൽ പോപ്പുലറായ ഒരു പദ്ധതിയുടെ പേരാണ് മന്നരേഖ എന്ന് പറയുന്നത്. ആ പദ്ധതിയാണ് ഫലത്തിൽ ഇന്ന് കൊലവിളിച്ചിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. അപ്പൊ ഇത് അതിന്റെ നിരവധിയായ വീഴ്ചകളുണ്ട്. ഇപ്പൊ 37 ക്ലോസ് ഉള്ള 7 ചാപ്റ്ററിലായിട്ട് പരന്നു കിടക്കുന്ന ഒരു ബില്ല്. മന്നരേഖയെ സംബന്ധിച്ച് നമ്മുടെ ആവശ്യം എന്തായിരുന്നു? എല്ലാവരുടെ ആവശ്യം എന്ന് പറയുന്നത് അത് മിനിമം 200 ദിവസം ആക്കണം എന്നായിരുന്നു. അതല്ലേ 150 ആക്കണം. അതിനകത്ത് ഇപ്പൊ ഡ്രോട്ട് കാലത്ത് കുറച്ച് 50 ദിവസം കൂട്ടിക്കൊടുക്കാൻ അങ്ങനെ ചില പോർഷൻസ് ഉണ്ട്. ഞാൻ അതിന്റെ സാങ്കേതികതയിലേക്കൊന്നും പോകുന്നില്ല. അതിന്റെ തുക വർദ്ധിപ്പിക്കണം, അത് കുറെ കൂടി ദിവസം കൂട്ടണം എന്നൊക്കെയായിരുന്നു എല്ലാവരുടെ ആവശ്യം ഉണ്ടായിരുന്നത്. അതൊന്നും അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, 125 എന്ന് വേണമെങ്കിൽ സാങ്കേതികമായിട്ട് പറയാം, സംസ്ഥാനങ്ങളുടെ മുഴുവൻ അവകാശങ്ങൾ എടുത്തു കളയുന്ന തരത്തിലേക്ക് ഒരു സ്കീമായി അതിനെ ഇപ്പൊ മാറ്റുന്ന പ്രത്യേകമായിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. പേരുമാറ്റത്തിന്റെ ഭീകരത, വികസിത ഭാരതത്തിലേക്കുള്ള യാത്രയിൽ മഹാത്മാഗാന്ധിയാണ് ഏറ്റവും വലിയ തടസ്സങ്ങളിൽ ഒന്ന് എന്ന്
പറയാതെ പറഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ ഈ വിചിത്രമായ പേര് തന്നെ റാംജി റാം അങ്ങനെ എന്തോ ഒരു, ഞാനത് 3-4 നോക്കിയിട്ട് പറയുന്നതല്ല, അതിനൊക്കെ ഒരു അജീവികയുണ്ട്. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ. അതെ, എന്റെ കയ്യിലുണ്ട് ഈ സാധനം. ഞാനത് തുടങ്ങുന്നതിന് മുൻപ് എന്തിലും റാം എത്തിച്ചാൽ മതിയല്ലോ, പെട്ടെന്ന് മനസ്സിൽ എത്ര വലിയ പേരായാലും റാം എത്തിച്ചാൽ മതിയാകുന്നില്ല. ഇത് ജി എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു ഗോഡ്സെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പേരുമാറ്റത്തിന്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിവക്ഷകൾ സംസ്ഥാനങ്ങൾ, ഇത് അവസാനം എന്ന് പറയുന്നത് ഒരു ഗ്യാരണ്ടീഡ് അല്ലാത്ത പദ്ധതിയായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. പീക്ക് സീസൺ ഉണ്ട് കൃഷിയുടെ, ആ സമയത്ത് ഈ പദ്ധതി നടപ്പാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ വടക്കേ ഇന്ത്യയിലെ ചില സമ്പന്ന കർഷക ലോബിയുടെ കൂടെ താല്പര്യങ്ങൾ അതിന്റെ പിറകിൽ ഉണ്ടെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. എന്തായിരുന്നാലും അപ്രതീക്ഷിതമായി നമ്മുടെ ഗ്രാമീണ മേഖലക്ക് വീണ, അതിലെ സാധാരണക്കാർക്ക് മേലെ വീണിരിക്കുന്ന ഒരു ബോംബാക്രമണം പോലെയാണ് ഞാനിതിനെ കണക്കാക്കുന്നത്. സ്വാഭാവികമായിട്ടും വലിയ പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട്. ആ പ്രതിഷേധം നേരത്തെ സ്മൃതി ചോദിച്ചതുപോലെ എല്ലാവരും കൂടെ സംയുക്തമായിട്ട് നടത്താൻ കഴിയുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണിത്. കാരണം UPA ഗവൺമെന്റിന് ഇടതുപക്ഷത്തിന്റെ ശക്തമായ പിന്തുണയുണ്ടായിരുന്ന കാലത്ത് നടപ്പാക്കപ്പെട്ട ഒരു നിയമനിർമ്മാണമാണിത്. അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാവരും ഏറ്റെടുക്കുമെന്ന ഉറച്ച പ്രതീക്ഷയാണ് ഈ ഘട്ടത്തിൽ എനിക്കുള്ളത്. ശരി, VR അനൂപ്, ഇപ്പോൾ ജോലി ചെയ്യാനുള്ള അവകാശം ഒരു മൗലികാവകാശമാണ്, അതിന് നിയമപരിരക്ഷ വേണം എന്ന ഒരു ആശയത്തിൽ നിന്നാണ് ഇങ്ങനെ ഒരു തൊഴിലുറപ്പ് പദ്ധതി എന്നതിലേക്ക് എത്തുന്നത് UPA സർക്കാർ. അതിന്റെ ആദ്യത്തെ പേര് ഗാന്ധിയുടേതായിരുന്നില്ല എങ്കിലും 2009 ആയപ്പോഴേക്കും ആ പേരിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഗാന്ധിക്ക് ഗ്രാമീണ വികസനവുമായി ബന്ധപ്പെട്ട്, ഗ്രാമങ്ങൾ സ്വയം പര്യാപ്തമാവുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ആശയങ്ങൾ കൂടിയുള്ള ആദരമായിട്ടാണല്ലോ അങ്ങനെ ഒരു പേര് അതിന് നൽകിയത്. അപ്പോൾ പേരുമാറ്റം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇതിപ്പോൾ RSSന്റെ 100ാം വാർഷികമാണ്. RSSന്റെ 100ാം വാർഷികത്തിൽ ചരിത്രത്തിൽ നിന്നും എന്തൊക്കെ തുടച്ചു നീക്കണമെന്നതിൽ കൃത്യമായ പദ്ധതിയുണ്ട്. അതിൽ രാഷ്ട്രപിതാവും വരും എന്നതിന്റെ സൂചനയായിട്ട് അതിനെ കാണണമോ? പേരു മാത്രമല്ലല്ലോ, ഈ തൊഴിലുറപ്പ് പദ്ധതി എന്നത് തൊഴിലുറപ്പിക്കാത്ത പദ്ധതിയായി മാറുന്നു എന്ന ആശങ്കയാണോ കോൺഗ്രസിന്? സംഘപരിവാറിന്റെ ഒരു സർക്കാർ ഭരിക്കുമ്പോൾ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരിൽ നിന്ന് മഹാത്മാഗാന്ധി പോകുന്നതിൽ എന്തെങ്കിലും അത്ഭുതത്തിന് അവകാശമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഒരു സംഘപരിവാർ ഭരണകൂടം ഇത്രയും കാലം ഗാന്ധി എന്ന പേരിനെ സഹിച്ചതാണ് അത്ഭുതകരം. നമുക്കറിയാം, ഗാന്ധിയെ വധിച്ച ഒരു പ്രത്യയശാസ്ത്രം പ്രചോദനമാക്കിയ ആളുകളെ സംബന്ധിച്ച് പേരിൽ നിന്ന് ഗാന്ധിയെ മാറ്റുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമല്ല. അത് തീർച്ചയായും ഗാന്ധിയെ ഇതുകൊണ്ടൊന്നും മായ്ക്കാൻ കഴിയില്ല. നമുക്കറിയാം, ഉപ്പിൽ നിന്ന് ഉപ്പുരസം മാറ്റുന്നത് പോലെ ഇന്ത്യയുടെ ഒരു ഘടനയിൽ ഗാന്ധിയുണ്ട്. അത് സംഘപരിവാറിനെ സംബന്ധിച്ച് എത്ര ശ്രമിച്ചാലും മാറ്റാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യമായി നിലനിൽക്കുകയാണ്. ഇവിടെ പ്രശ്നമൊന്നുമല്ല, ഒരു പേരിന്റെ വളരെ കൃത്യമായ രാഷ്ട്രീയ ഉള്ളടക്കമുണ്ട്. ആ പേരിനെ മാറ്റുന്നു, ഗാന്ധിയുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ മാച്ചുകളാൻ ശ്രമിക്കുന്നു. ഇത് പുതിയ സംഭവമല്ല. ഇപ്പോ ജവഹർലാൽ നെഹ്റുവുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നെഹ്റു വിഭാവന ചെയ്ത എന്തിനേയും ഇപ്പൊ പ്ലാനിംഗ് കമ്മീഷൻ നീതി ആയോഗായി മാറുന്നു. സ്വന്തമായി ചരിത്രമില്ല എന്ന അപകർഷതാബോധത്തെ മറയ്ക്കാൻ വേണ്ടി മറ്റ് ചരിത്രങ്ങളെ, നാളിതുവരെ സൃഷ്ടിക്കപ്പെട്ട ചരിത്രങ്ങളെ റദ്ദ് ചെയ്യുക എന്ന് എല്ലാ കാലത്തും എല്ലാ ഫാസിസ്റ്റുകളും ചെയ്യുന്ന ഒന്ന് ഇവിടെയും ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇത് പേരിൽ നിന്ന് തുടങ്ങി അതിന്റെ ഉള്ളടക്കത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് റൈറ്റ് ബേസ്ഡ് ആണെന്നുള്ളതാണ്. ഇവിടെ തൊഴിൽ എന്ന് പറയുന്നത് ഒരു അവകാശമായി മാറുകയാണ്. അതിനൊരു ചാരിറ്റിയാക്കി മാറ്റുകയും ഭരണകൂടത്തിന്റെ ഒരു ഉദാരതയായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അതിന്റെ നേരത്തെ താങ്കളടക്കം സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഫെഡറൽ തത്വങ്ങളുടെ ലംഘനം നടക്കുന്നു. സംസ്ഥാനങ്ങളുടെ അധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമുണ്ട്. അതിന്റെ സ്വഭാവത്തെ തന്നെ, എന്തിനെയാണോ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ട് ഉദ്ദേശിച്ചത് ആ സ്വഭാവത്തെ തന്നെ സമ്പൂർണമായും നശിപ്പിക്കുന്ന ഒന്ന് എന്ന തരത്തിൽ തന്നെ വേണം ഇതിനെ കാണാൻ. എന്ന് മാത്രമല്ല, വളരെ കൃത്യമായി നമുക്കറിയാം, ഇതൊരു വളരെ ഇന്ത്യയിലെ കോൺഗ്രസ് ഗവൺമെന്റുകളുടെ നാളിതുവരുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയൊരു സാമൂഹിക വിപ്ലവമായി വിഭാവന ചെയ്യപ്പെട്ട ഒന്നാണ്. അതിന്റെ ഉള്ളടക്കത്തെക്കുറിച്ച് ഉള്ള ചർച്ചകളിലേക്ക് ഞാൻ കടക്കുന്നില്ല. അത് ഇടതുപക്ഷം ഉള്ളത് കൊണ്ട് മാത്രമാണ് സാധ്യമായത് എന്നുള്ളതിലേക്കൊന്നും ഞാൻ ഇപ്പൊ പോകുന്നില്ല. എന്തായാലും അത് സാധ്യമായി. അതിനകത്ത് കോൺഗ്രസിന്റെ കൃത്യമായ ഒരു മാനിഫെസ്റ്റോ അതിനകത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇവിടെ ഉത്തരേന്ത്യയിലടക്കം സാധാരണക്കാർക്ക് വലിയൊരു പർച്ചേസിംഗ് പവർ കൊടുത്ത, മാർക്കറ്റിൽ ഇടപെടാൻ കഴിഞ്ഞ, അവരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച, അവർക്ക് അന്തസ്സ് പ്രദാനം ചെയ്ത ഒന്നിനെ, അതിന്റെ അടിസ്ഥാന ശിലകളെ തന്നെ അട്ടിമറിക്കുന്ന തരത്തിലേക്ക് ഇത് വരുന്നു എന്നുള്ളതാണ്. ഇത് തീർച്ചയായും ഇതിനെ നേരത്തെ ബഹുമാന്യനായ MP സൂചിപ്പിച്ചതുപോലെ ഇതിനെതിരെ വലിയൊരു വിപുലമായ ഒരു ഐക്യനിര, ഒരു മുന്നണി രാജ്യത്ത് തന്നെ രൂപപ്പെടേണ്ടതുണ്ട്. അനൂപ്, അതിൽ കോൺഗ്രസ് മുൻകൈ എടുക്കണ്ടേ അനൂപ്? അതാണ് ഇപ്പോൾ സന്തോഷ് കുമാർ ചൂണ്ടിക്കാണിച്ചത്.
ഇന്നിപ്പോൾ പുറത്തുള്ള പ്രതിഷേധം ഇടത് MP-മാരുടേത് പുറത്തുള്ള പ്രതിഷേധമാണ് നമ്മൾ കാണുന്നത്. അകത്തെല്ലാവരും പ്രതിഷേധിക്കുന്നുണ്ട്, ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള സ്വരങ്ങൾ വരുന്നുണ്ട്. കോൺഗ്രസ് അവിടെ ഗാന്ധിയുടെ ചിത്രങ്ങളുമായി എത്തുന്നുണ്ട്. അതെന്താണ്, അതിലൊരു ഐക്യക്കുറവുണ്ടോ? അല്ല, തീർച്ചയായും അത് ഈ പറയുന്ന വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ എന്നുള്ള നിലയ്ക്ക് പ്രതിഷേധങ്ങളുണ്ടായി. അതിന് വരും ദിവസങ്ങളിൽ സമീപ ഭാവിയിൽ തന്നെ കൂടുതൽ കോർഡിനേഷൻ ഉണ്ടായി വരും എന്ന് തന്നെയാണ്. പല വ്യത്യസ്ത രാഷ്ട്രീയ നിലപാടുകളുള്ളപ്പോൾ തന്നെ ഇന്ത്യ അലയൻസിന്റെ ഭാഗമായ രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരം നിലപാടുകൾ ഒരുമിച്ചിരിക്കുക എന്ന് പറയുന്നത് പുതിയ കാര്യമൊന്നുമല്ല. അത് സംഭവിക്കുന്നത് തന്നെയാണ് ഞാൻ കരുതുന്നത്. സംഘപരിവാറിനെതിരെ രാഷ്ട്രീയ സങ്കുചിതത്വങ്ങൾക്കപ്പുറത്ത് ഒരു പുതിയ ഐക്യമുന്നണി ആർത്ഥത്തിൽ പ്രക്ഷോഭ രംഗത്തേക്ക് കടന്നു വരുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇത് വളരെ കൃത്യമായി ഇത് തിരിച്ചടിക്കും. സംഘപരിവാറിനെ സംബന്ധിച്ച് ഗാന്ധിയെ ഇപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു പാർലമെന്റിന്റെ പ്രതിഷേധം ഗാന്ധിയുടെ ചിത്രങ്ങളുമായി കോൺഗ്രസ് പ്രതിഷേധിക്കുമ്പോൾ അതിനകത്ത് തീർച്ചയായും ഗാന്ധിയെ ഉന്മൂലനം ചെയ്യുക, ഗാന്ധിയുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ നിർമ്മാർജ്ജനം ചെയ്യുക, ഗാന്ധിയെ തമസ്കരിക്കുക എന്നൊക്കെ സംഘപരിവാർ ശ്രമിക്കുമ്പോൾ അത് വിചാരിക്കാത്ത ദൂരവ്യാപകമായ ഫലങ്ങൾ അതിനുണ്ടാകും. അത് സംഘപരിവാറിനെ സംബന്ധിച്ച് തന്നെ വലിയ തിരിച്ചടിയാകും എന്നുള്ള കാര്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ച് സംശയമില്ല. തീർച്ചയായും ഇത്തരം ഇതിന്റെ ഒരു പൊളിറ്റിക്കൽ ലെഗസി ഉള്ള ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസ് അതിന്റെ മുൻനിരയിൽ തന്നെ ഉണ്ടാകും. അതിനോടൊപ്പം തന്നെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് പുറമെ സിവിൽ സൊസൈറ്റിയിൽപ്പെട്ട ആളുകളെ, വ്യക്തികളെ ഒക്കെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള പുതിയൊരു പ്രക്ഷോഭം ഈ രാജ്യത്ത് ഉയർന്നു വരും. അതിന് കോൺഗ്രസിൻ്റെതായ സംഭാവനകൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ശരി, AK അനുരാജ്, ഇപ്പോൾ പാർലമെന്റിൽ വളരെ പെട്ടെന്നൊരു ബില്ല് കൊണ്ടുവരിക, നല്ല രീതിയിലുള്ള ചർച്ച സാധ്യമാകാത്ത രീതിയിൽ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുക, ഭൂരിപക്ഷ ബലം ഉപയോഗിച്ച് ആ തീരുമാനം നടപ്പാക്കുക, അതാണ് ഇന്ന് നടന്നിരിക്കുന്നത്. ഇന്നലെ ഇത് അവതരിപ്പിക്കുന്നു, ഇന്നലെ പ്രതിഷേധത്തോടു കൂടി പിരിഞ്ഞു പോവുകയായിരുന്നു. ഇന്നും സഭയിൽ പ്രതിപക്ഷാംഗങ്ങൾ സംസാരിക്കുമ്പോൾ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ഇടപെടുന്നുണ്ട്. കിരൺ റിജിജു പറയുന്നു, അങ്ങനെ ദീർഘനേരം സമയം നൽകാൻ പറ്റില്ല, ദീർഘനേരം ചർച്ചയ്ക്ക് സമയം അനുവദിക്കാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത് നടപ്പാക്കുകയാണ്. അപ്പോൾ എന്താണോ ഈ തൊഴിലുറപ്പ് പദ്ധതി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്, അത് ആ ആശയം തന്നെ എടുത്തു കളയുന്ന ഒരു പുതിയ പദ്ധതിയാണോ ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത്? ആദ്യം എനിക്കറിയേണ്ടത് എന്തുകൊണ്ട് ഗാന്ധിയുടെ പേര് മാറ്റുന്നു? അതിനൊരു കൃത്യമായ മറുപടി കേന്ദ്രം നൽകേണ്ടതല്ലേ ശ്രീ അനുരാജ്? അല്ല, അതിൻ്റെ മറുപടി ഇന്ന് മന്ത്രി പാർലമെന്റിൽ പറഞ്ഞല്ലോ. കാരണം ഞങ്ങൾ പേരിനേക്കാളും വളരെ ഗൗരവത്തിലെടുക്കുന്ന ഈ വിഷയത്തെ, ആ സ്പിരിറ്റിനെ തന്നെ ഉൾക്കൊള്ളുകയാണ്, ആശയത്തെ തന്നെ ഉൾക്കൊള്ളുകയാണ്. ഗാന്ധിജിയുടെ സ്വപ്നങ്ങളെ തന്നെ യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ് അടുത്ത നടപ്പാക്കിയിട്ട് 20 വർഷം കഴിയുന്നു. ആ സമയത്ത് ആ അർത്ഥത്തിൽ കാലികമായ പരിഷ്കരണം ഈ പദ്ധതിയിൽ വരുത്തേണ്ടതുണ്ട്. ആ പദ്ധതിയിൽ കാലികമായ പരിഷ്കാരം വരുത്തേണ്ടതുണ്ട്. ആ പരിഷ്കാരം വരുത്തി പദ്ധതി അവതരിപ്പിക്കുകയാണ് ചെയ്തതെന്ന് മന്ത്രി തന്നെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ആ ഉള്ളടക്കത്തിലേക്ക് കടക്കാതെ, വിശദാംശങ്ങളിലേക്ക് കടക്കാതെ, എവിടെയാണോ അതിന് തർക്കം കണ്ടെത്താൻ പറ്റുക എന്ന് വെച്ചിട്ട് ആ തർക്കവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് പ്രതിപക്ഷ കക്ഷികൾ ചെയ്യുന്നത്. നിർദ്ദേശിക്കാറുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ളത് വ്യക്തമാക്കാൻ ശ്രമിക്കുന്നില്ല. ആ പേരിനെ കുറിച്ച് കുറച്ചുകൂടി വ്യക്തമായിരുന്നു. കാരണം കേന്ദ്ര മന്ത്രിസഭ ചർച്ച ചെയ്യുന്ന സമയത്ത് ആദ്യം പേരിൽ പൂജ്യ ബാപ്പു എന്നുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പൂജ്യ ബാപ്പു ഗ്രാമീൺ റോസ്ഗാർ ഗ്യാരണ്ടി യോജന എന്നതായിരുന്നു മന്ത്രിസഭാ യോഗത്തിലൊക്കെ പുറത്ത്. അല്ല, അങ്ങ് എവിടെ നിന്നാണ് മനസ്സിലാക്കുന്നത്? അവിടെ തന്നെയാണ് ഞാൻ മനസ്സിലാക്കുക. മന്ത്രിസഭാ യോഗം രഹസ്യമല്ലല്ലോ. അതിനുശേഷം തിങ്കളാഴ്ച ലോക്സഭാംഗങ്ങളിലേക്ക് എത്തുമ്പോൾ അതിലെ ഗാന്ധി പോവുകയാണ്. അല്ല സ്മൃതി, ഞാൻ സ്മൃതിയെ ചോദ്യം ചെയ്തതല്ല. സ്മൃതി മനസ്സിലാക്കിയത് മാധ്യമങ്ങളിലൂടെയാണ്, ഞാനും മനസ്സിലാക്കിയത് മാധ്യമങ്ങളിലൂടെയാണ്. കഴിഞ്ഞ ആഴ്ച അത് മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് നമ്മൾ പറയാണ് ചർച്ച ചെയ്യാൻ സമയം ഉണ്ടായിട്ടില്ല എന്ന് പറയാണ്. ഇത്തരം സ്പെക്കുലേറ്റീവ് സ്റ്റോറീസ് പോലും മീഡിയയിൽ വന്നിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ ബില്ല് പാസ്സായത്. ചർച്ചകൾ അവസരം വന്നപ്പോൾ എന്താ ചർച്ച ചെയ്തത്? പേരിനെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. എന്താ വിശ്വാസയോഗ്യമായ മറുപടി നൽകിയ വിശ്വാസയോഗ്യമായ മറുപടി ഞാൻ പറയാം. അതായത് 20 വർഷം മുന്നേ വന്ന ഒരു നിയമമാണിത്. ഇത് തുടക്കത്തിൽ തുടങ്ങിയ UPA സർക്കാർ പോലും കൊടുത്ത പേര് ആ പേരിൽ ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് ആ പേര് കൂട്ടിച്ചേർത്തത്. ഇന്ന് ഇപ്പോൾ ആ നിയമം റിപ്പീൽ ചെയ്തിട്ട് പുതിയ നിയമം വരികയാണ്. അപ്പോൾ പല നിയമങ്ങൾക്ക് പുതിയ പേര് വന്നിട്ടുണ്ട്. ഉദാഹരണം IPC മാറ്റിയിട്ട് ഭാരതീയ ന്യായ സംഹിത വന്നില്ലേ എന്ന് പറഞ്ഞതുപോലെ മാറ്റങ്ങൾ ഒരിക്കലും പാടില്ല എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? പ്രധാനമന്ത്രിമാരുടെ പേര് കൂട്ടിച്ചേർത്തിട്ടുള്ള പല പദ്ധതികൾക്കും മാറ്റം വരുത്തിയിട്ടില്ലേ? അപ്പൊ പല പേരുകളും മാറ്റം വരുത്തിയിട്ടുണ്ട്. എവിടെയാണോ ഏതിനെ എതിർക്കാൻ എന്താണോ അവസരം കിട്ടുന്നത് പോകാതെ നോക്കൂ ശ്രീ അനുരാജ്, പേരുകൾ ഏതൊക്കെയാണ് മായ്ക്കുന്നത്? ഇപ്പോൾ ഗാന്ധിയുടെ പേര് ഇന്ദിരാ ആവാസ് യോജന പ്രധാനമന്ത്രി ഗ്രാമീൺ ആവാസ് യോജനയായി. ഇനി രാജീവ് ആവാസ് യോജന മാറി സർദാർ പട്ടേൽ നാഷണൽ മിഷൻ ഫോർ അർബൻ ഹൗസിംഗ് എന്ന രൂപത്തിലേക്ക് മാറി.
അങ്ങനെ ഓരോന്നും മാറുന്നുണ്ട്. ഇനി ആത്മനിർഭർ ഭാരത് മാറിയത് നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ ആയിരുന്നു. ഇങ്ങനെ ഏതൊക്കെ പേരുകൾ നേരത്തെ ഇവിടെ ഭരിച്ചിരുന്നവരുടെ ഭാഗമായിട്ടുണ്ടായിരുന്നോ അതൊക്കെ തന്നെയും തുടച്ചു മാറ്റുക. ഗാന്ധി ഭരിക്കാനും നിന്നിട്ടില്ല, പക്ഷെ ഗാന്ധിയും വേണ്ട എന്ന തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തുകയാണ്. മോദിയുടെ പേരുകൾ ഇടുന്നുണ്ടല്ലോ പല കാര്യങ്ങൾക്കുമായി. നിങ്ങളുടെ പുതിയ പദ്ധതികൾക്കിടാം, പക്ഷേ നിലവിലുള്ള പദ്ധതികളുടെ പേരുകൾ എന്തിനാണ് മാറ്റുന്നത്? ഇന്ദിരാവാസ് യോജനയായിട്ട് നിൽക്കാമല്ലോ. അപ്പോൾ ഈ പേരുകൾ മാറ്റുന്നത് കൊണ്ട് ചരിത്രം തുടച്ചു നീക്കപ്പെടുമോ? അല്ല, അതിലെന്താ എനിക്ക് മനസ്സിലായില്ല. അതിൽ ആ മാറ്റം വരുത്തിയില്ല. ഇപ്പൊ നമ്മൾ ട്രിവാൻഡ്രം എന്നുള്ള തിരുവനന്തപുരം എന്നാക്കി. എന്തുകൊണ്ടാണ്? IPC എന്നുള്ളത് ന്യായ സംഹിത എന്ന് മാറ്റി. എന്തുകൊണ്ടാണ്? ഇതിനൊക്കെ ഒരു ന്യായീകരണം നമുക്ക് പറയാനില്ലേ? അപ്പോൾ ചില പേരുമാറ്റങ്ങൾ നമുക്ക് സ്വീകാര്യവും ചില പേരുമാറ്റങ്ങൾ സ്വീകാര്യമല്ലാതാവുകയും ചെയ്യുക. ഇവിടെ ഞാൻ പറഞ്ഞ വിഷയം അതല്ല. ഇവിടെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബില്ലിന് കാലികമായ മാറ്റങ്ങൾ വരുമ്പം അത് ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ മെൻരേഗയിൽ തന്നെ വലിയ രീതിയിലുള്ള ഫൈനാൻഷ്യൽ മിസ്അപ്രോപ്രിയേഷൻ, അതായത് പണത്തിന്റെ ദുരുപയോഗം അല്ലെങ്കിൽ ദുർവിനിയോഗം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. അതിനെ മാറ്റിക്കൊണ്ട് പുതിയ സാഹചര്യത്തിൽ പുതിയ രീതിയിൽ അതിനെ ജിയോ ടാഗിംഗ് പോലുള്ള സംവിധാനങ്ങൾ വരുത്തിക്കൊണ്ട് ഈ കള്ളപ്പണിയെടുക്കുന്നത് ഒഴിവാക്കുക, ആ രീതിയിലുള്ള സംവിധാനം കൊണ്ടുവരുന്നു. അല്ലെങ്കിൽ അതിന്റെ പേയ്മെന്റ് സ്ട്രീംലൈൻ ചെയ്യുന്നു. ആ രീതിയിൽ മിഡിൽമാൻ, അതായത് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് വേണ്ട വിഹിതം പോലും നൽകാതെ ബുദ്ധിമുട്ടിക്കുകയാണ് പലപ്പോഴും ചെയ്തിട്ടുള്ളത്. അത് നമ്മുടെ അനുഭവമാണ്. നമ്മുടെ അനുഭവം എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ അനുഭവമാണ്. കേരളത്തിൽ എത്ര സ്ത്രീകളാണ് അഭിമാനത്തോടു കൂടി തൊഴിലുറപ്പ് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്? അപ്പോൾ അവരെ സംബന്ധിച്ച് ഇനി പ്രത്യേക മേഖലകളിലേക്ക്, കേന്ദ്രം നിശ്ചയിക്കുന്ന മേഖലകളിലേക്ക് ആ ജോലി ചുരുങ്ങിയാണ്. അത് ഏതൊക്കെ ഗ്രാമങ്ങളിൽ, ഏതൊക്കെ സ്ഥലങ്ങളിൽ, ഏതൊക്കെ സമയത്ത് എന്നുള്ളതൊക്കെ കേന്ദ്രം നിശ്ചയിക്കുകയാണ്. എന്നാലോ മുഴുവൻ തുക കേന്ദ്രം തരികയുമില്ല. പദ്ധതി കേന്ദ്രത്തിൻ്റെത്, നടപ്പാക്കേണ്ടതിൽ പകുതി സംസ്ഥാനം വഹിക്കണം എന്ന് പറയുന്നത് എന്ത് നീതിയാണ്? അത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഭരണ സംവിധാനം രാജ്യത്തൊട്ടാകെയുള്ള, നമ്മുടെ കേരളം മാത്രം നമ്മൾ എടുത്താൽ പോരാ, എല്ലാ സംസ്ഥാനങ്ങളിലുള്ള സാഹചര്യം പഠിച്ചുകൊണ്ട് അതത് സംസ്ഥാന സർക്കാർ, ഇപ്പം നമ്മൾ എത്ര സംസ്ഥാന സർക്കാരുകളാണ് ഇപ്പം പ്രതിഷേധമായിട്ട് വന്നത്? വളരെ ചുരുക്കമല്ലേ? അപ്പോൾ എല്ലാ ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ ജനങ്ങളുടെ വെൽഫെയറിനെയും അതുപോലെ തന്നെ അവരുടെ എംപ്ലോയ്മെൻറ്റും എല്ലാം കൂടെ പരിഗണിച്ചാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിലുള്ളൊരു പദ്ധതിയായിട്ട് മുന്നോട്ട് പോവുക. ഇതെല്ലാം ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്ന് നമ്മൾ വെക്കേണ്ട കാര്യമില്ല. 20 വർഷം മുൻപേ ഉണ്ടാക്കിയ നിയമം ഇപ്പോഴും അതുപോലെ കൊണ്ടുപോകണമെന്നുള്ള അതിൻ്റെ അർത്ഥമുള്ളത്. അത് കാലികമായ പരിഷ്കാരങ്ങൾ അതിൽ വരുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനെപ്പറ്റി എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യുകയും അതിനുള്ള വേദികൾ അതിനെ ഉപയോഗിക്കുകയും ചെയ്യുക. അതിനെ ആ രീതിയിൽ പോസിറ്റീവായിട്ട് കാണുക എന്നതിന് പകരം എതിർത്തിട്ട് ആ പദ്ധതിയെ ഇനിയും ഇല്ലാതെയാക്കുക എന്നുള്ള രീതിയിലേക്കോ അല്ലെങ്കിൽ അതിലൊരു മാറ്റവും വരുത്താതെ നിലവിലുള്ള എന്തൊക്കെ ദൗർബല്യങ്ങൾ അതിലുണ്ടോ അതിനൊക്കെ അതേപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് വാശി പിടിക്കുന്നതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതുപോലെ തന്നെ പുതുതായി പരിഗണനകൾ, പല പരിഗണനകളും ജോലി ആവശ്യപ്പെട്ടാൽ നൽകണം, അത് സർക്കാരിന്റെ ബാധ്യതയാണ് എന്ന ആശയത്തിൽ നിന്നും പിന്നാക്കം പോവുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് പുരോഗമനമായ മുന്നോട്ട് പോക്കാവുന്നത്? ഇത് നിങ്ങൾ പിന്നോട്ടാണ് പോകുന്നത്. മാത്രമല്ല സംസ്ഥാനങ്ങൾക്ക് മേൽ കൂടുതൽ ഭാരമാണ്. അങ്ങ് പറയുന്നു എല്ലാവരും അംഗീകരിച്ചിരിക്കുന്നു, വലിയ ശബ്ദങ്ങളൊന്നുമില്ലാന്ന്. പ്രതിപക്ഷം ഒരുമിച്ച് പറയുന്നതോടൊപ്പം തന്നെ ഇന്ത്യയിലും ഭിന്നിപ്പുണ്ട്. PDP എതിർപ്പ് പറഞ്ഞല്ലോ. ഞാൻ അത്തരം ഒരു പാർട്ടി എടുത്തല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറയുന്നത് ഭൂരിഭാഗം സംസ്ഥാനങ്ങളിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇനിയിപ്പം ഇതിനെപ്പറ്റി സംസാരിക്കുകയാണെങ്കിൽ, സംസ്ഥാനത്തിൻ്റെ ചെലവ് എന്നതിനെപ്പറ്റി പറയുകയാണെങ്കിൽ, കേന്ദ്ര പദ്ധതികളെല്ലാം ഇപ്പോൾ ആ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ മേഖലയിലും. നമ്മളിപ്പോൾ മറ്റു മേഖലകൾ നോക്കിക്കോളൂ. നമ്മുടെ എന്താ പറയുക, വിദ്യാഭ്യാസ രംഗത്ത് 60-40 ആണ്. അതേസമയം തീരെ നമ്മൾ സഹായം കിട്ടാത്ത ചില മേഖലകളിൽ മാത്രം കേന്ദ്രം ഇപ്പോഴും തുടരുന്നു. ഈ പദ്ധതിക്ക് ഇത്രയും കാലം കൊടുത്തു 90% വരെ കൊടുത്തു. ഇപ്പോഴും നമ്മളെന്താണ് ഈ പറഞ്ഞ പോലെ ഹിമാലയ റീജിയനിൽ വരുന്ന സ്റ്റേറ്റുകൾ, അതുപോലെ തന്നെ നിയമനിർമ്മാണ സഭയില്ലാത്ത കേന്ദ്രഭരണ പ്രദേശങ്ങൾ, അത്തരം പ്രദേശങ്ങൾക്ക് പ്രത്യേക പരിഗണന കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ദേശീയ തലത്തിലുള്ള സാഹചര്യം നിരീക്ഷിക്കാതെയാണ് ഈ പദ്ധതി നടപ്പാക്കിയത് എന്നൊക്കെ പറയുന്ന ഒരു ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, അതിൻ്റെയൊക്കെ പിന്നിലുള്ളത് രാഷ്ട്രീയ ചിന്തയേ ഉള്ളൂ. പിന്നെ മാത്രമല്ല, ചില പാർട്ടികൾക്കും പ്രസ്ഥാനങ്ങൾക്കും കേരളത്തിലെ സാഹചര്യം മാത്രമേ ചിന്തിക്കാൻ പറ്റൂ. കാരണം അവർക്ക് അതിനപ്പുറത്തേക്കുള്ള സംവിധാനം അവരുടെ പരിമിതിയാണ്. പക്ഷേ അത് അവരതിനൊരു സാധ്യതയായിട്ട് മറ്റ് സംസ്ഥാനങ്ങൾ അങ്ങ് പറയുക. ശ്രീ AK അനുരാജ്, കേരളത്തിലെ MP-മാർ കേരളത്തിന്റെ സാഹചര്യം പറയണ്ടേ? അതിനല്ലേ എവിടുന്ന് അങ്ങോട്ട് MP-മാർ ശ്രദ്ധിക്കേണ്ടത് നിയമനിർമ്മാണത്തിലാണ്. MP-മാർ ശ്രദ്ധിക്കേണ്ടത് നിയമനിർമ്മാണത്തിലാണ്. അതിലല്ല ശ്രദ്ധിക്കുന്നത്. ആ നിയമത്തിന്റെ പേര് ശ്രീ അനുരാജ്, എതിർ ശബ്ദങ്ങളില്ലാത്ത ഒരു രാജ്യമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. എതിർ ശബ്ദങ്ങൾ ജനാധിപത്യ രീതിയിലാവണം. അത് ജനാധിപത്യ രീതിയിൽ ജനാധിപത്യ സംവിധാനത്തിലൂടെ ജനാധിപത്യ പ്രക്രിയയിലൂടെ നിശബ്ദരായി പാർലമെന്റിന്റെ അകത്ത് കയറണം. അതാണ് പാർലമെന്റ് നടപടികൾ തുടങ്ങുന്നതിന് പ്രധാനമന്ത്രി പാർലമെന്റ് ആഹ്വാനം ചെയ്ത് മിണ്ടാതെ അകത്തിരുന്നോളണം. എല്ലാ ദിവസവും ശബ്ദമുണ്ടാക്കാതെ പറയുന്നത് കേട്ട് ശരി അമ്പ്ര എന്ന് പറഞ്ഞു പോകണം. അതാണോ ഉദ്ദേശിക്കുന്നത്? പ്രതിപക്ഷ സ്വരം ഉയരാത്ത പാർലമെന്റിന്റെ അകം അതാണോ ഉദ്ദേശിക്കുന്നത്?
എവിടെയെങ്കിലും ആരെങ്കിലും ഏതെങ്കിലും ഒരു പ്രത്യേക ഘട്ടത്തിൽ പറഞ്ഞു അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസംഗത്തിൽ പറഞ്ഞു, അതിനെയൊക്കെ നമ്മൾ ഈ പാർലമെന്ററി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ ഒരു ഫോറത്തിന്റെ ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നതാണ് എൻ്റെ അഭിപ്രായം. ഈ ബില്ല് പാസ്സാക്കുന്നതിനുള്ള നടപടിക്രമം എന്ന് പറഞ്ഞാൽ ലോക്സഭയിൽ അത് അവതരിപ്പിച്ച് ബില്ല് വോട്ടിനിട്ട് ആ രീതിയിൽ ചെയ്യുക, ഇനി രാജ്യസഭയിൽ കൊണ്ടുപോവുക, 2 സഭയിലും പാസ്സായി കഴിഞ്ഞാൽ ഇത് ബില്ല് നിയമമാകും. അതിൻ്റെ വ്യവസ്ഥാപിതമായ രീതിയിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അത് ഏത് സർക്കാരായാലും, കോൺഗ്രസ് സർക്കാരായാലും BJP സർക്കാരായാലും മറ്റൊരു പാർട്ടിയുടെ സർക്കാരായാലും അതൊക്കെ തന്നെ സാധിക്കുകയുള്ളൂ. ആ സമയത്ത് സക്രിയമായിട്ട് അതിനോടൊപ്പം നിൽക്കുകയാണ് പ്രതിപക്ഷം ചെയ്യേണ്ടത്. ആ രീതിയിൽ ചർച്ച ചെയ്യാണ്. അല്ലാതെ ഈ ബില്ലിൽ ചെയ്തു വെറുതെ അതിന്റെ പേരിൽ പിടിച്ചുകൊണ്ട് ഈ പേര് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഈ കേരളത്തിൽ നിന്ന് സംസാരിക്കുന്നു എന്നതുകൊണ്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇന്ന് പ്രിയങ്ക പാർലമെന്റിൽ ലോക്സഭയിൽ പറഞ്ഞെന്താ? ഞാനിതെല്ലാം ഉള്ളിത്തട്ടിയാ സുമതി പറയുന്നത്, ഞാൻ എല്ലാം ഉള്ളിത്തട്ടാതൊന്നും പറയുന്നില്ല. ഇന്നിപ്പോൾ പ്രിയങ്ക ലോക്സഭയിൽ പറഞ്ഞു ഗാന്ധിജിയായിട്ട് എനിക്ക് ബന്ധമൊന്നുമില്ല, ഗാന്ധിജി എന്താണ് ഗാന്ധിജി അത്തരത്തിൽ ബഹുമാനിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ഇനി മറ്റൊരു വശത്ത് ആലോചിച്ച് പുറത്തുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. മല്ലികാർജ്ജുന ഖാർഗെ പറഞ്ഞത് എന്താണ്? നരേന്ദ്രമോദി പുറത്തു പോയിട്ട് മഹാത്മാഗാന്ധിക്ക് പുഷ്പങ്ങൾ അർപ്പിക്കുന്നു, പക്ഷെ അതിൽ ആത്മാർത്ഥതയില്ല. മഹാത്മാഗാന്ധിയെ ആദരിച്ചാലും പ്രശ്നം, ആദരിച്ചില്ലെങ്കിലും പ്രശ്നം, മഹാത്മാഗാന്ധിയായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞാലും പ്രശ്നം, ഇല്ലെങ്കിലും പ്രശ്നം. ഇത് ആവശ്യം വരുമ്പോൾ മഹാത്മാഗാന്ധി ഏറ്റെടുക്കുക എന്നുള്ള സംവിധാനമാണ് കോൺഗ്രസിന്റെ സ്വപ്നം. മഹാത്മാഗാന്ധിയുടെ എന്തെങ്കിലും സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി കോൺഗ്രസ് ശ്രമിച്ചിട്ടുണ്ടോ? അത് പറയില്ലേ? അത് പറയുന്നതിന് എന്താ കുഴപ്പം? ആര് പേര് മായ്ച്ചു കളഞ്ഞു? ഒരു ബില്ലിന്റെ പേര് മാറ്റി, ഒരു നിയമത്തിന്റെ പേര് മാറ്റി, മഹാത്മാഗാന്ധിയുടെ പേര് മായ്ച്ചു കളയാണെങ്കിൽ ഓരോരുത്തർക്ക് സൗകര്യം പോലെ വ്യാഖ്യാനിക്കാന്നുള്ളതേ ഉള്ളൂ. എന്തെങ്കിലും കരുതാം, പക്ഷെ രാഷ്ട്രപിതാവിന്റെ പേര് മാറ്റുന്നത് എന്താണ്? അത് അപമാനമല്ലേ? ഇന്ദിരാഗാന്ധിയുടെ പേര് മാറ്റിയിട്ട് പ്രധാനമന്ത്രി ആവാസ് യോജന എന്നാണ് വെച്ചത്. രാജീവ് ഗാന്ധിയുടെ പേര് മാറ്റിയിട്ട് സർദാർ പട്ടേലിന്റെ പേരാണ് വെച്ചത്. മോദിയുടെ പേരിൽ എത്ര പദ്ധതികളുണ്ട്? അങ്ങേക്കൊന്ന് എണ്ണാമോ? അല്ല, നിങ്ങൾ ഈ പേര് മാറ്റുന്ന കാര്യത്തെ പറ്റി പറയൂ. ഞാൻ ചോദിക്കുന്നത് ഇന്ദിര ആവാസ് യോജന മാറ്റി വെച്ച് പ്രധാനമന്ത്രി ആവാസ് ചരിത്രത്തിന്റെ ഭാഗമാണ്. രാജീവ് ഗാന്ധി ആവാസ് യോജന മാറ്റിയിട്ട് ആ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് കുറെ കാലം ഇരുന്നല്ലോ. ഇത് മാറ്റാൻ പാടില്ല, ഒരു കാലത്തും മാറ്റാൻ പാടില്ല എന്തിനാ പറയുന്നത്? പിന്നെ മാറ്റാത്തതുണ്ടല്ലോ. അപ്പോൾ ഡൽഹിയിൽ JNU ഉണ്ടല്ലോ, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ആണല്ലോ, ഇപ്പോഴും ആ പേരുണ്ടല്ലോ. എല്ലാം മാറ്റി എന്തിനാ പറയുന്നത്? അപ്പോൾ അത് എന്തെങ്കിലുമൊക്കെ വരുമ്പം ഓരോ ആ സാധനങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ട് ഇതിലേക്ക് കൊണ്ടുപോയിട്ട് സത്യത്തിൽ സംഭവിക്കുന്നതാണ് കേരളത്തിലെ ഈ സങ്കുചിത രാഷ്ട്രീയ സാഹചര്യത്തെ ദേശീയ തലത്തിലേക്ക് കൂടെ കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. നമ്മൾ അതിന് അപ്പുറം ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം നിയമങ്ങളെ കാലികമായിട്ടുള്ള പരിഷ്കരണത്തിന് വിധേയമാക്കിയതിനെ അർത്ഥവത്തായിട്ട് പഠിച്ചിട്ട് MP-മാർ ചെയ്യേണ്ടത് അതാണ്. അവരുടെ പണി നിയമനിർമ്മാണമാണ്. പക്ഷെ അതിനെ രാഷ്ട്രീയത്തിലേക്ക് മാത്രം കൊണ്ടുപോകാൻ തിരിച്ചെത്താം. ദിനുവയിൽ ഈ മാറിയ പദ്ധതിയെ കേരളത്തിലെ സാഹചര്യത്തിൽ ദിനു എങ്ങനെയാണ് കാണുന്നത്? ഇവിടെ ഒരുപാട് സ്ത്രീകൾക്ക് തൊഴിലുറപ്പ് ജോലിയുണ്ട് എന്നതായിരുന്നു ജീവിതത്തിലെ ഒരു ഉറപ്പ്. അതിൽ പക്ഷേ ഇനി ഒരു ഉറപ്പില്ലാത്ത സാഹചര്യമുണ്ട്. അത് ചില പ്രത്യേക മേഖലകളിലേക്ക് കേന്ദ്രീകരിക്കപ്പെടും. അതും കേന്ദ്രം തീരുമാനിക്കും എവിടെയൊക്കെ വേണം എന്നുള്ളത്. ഈ രാജ്യത്ത് തൊഴിൽ എവിടെയെന്ന് നിരന്തരം പ്രതിപക്ഷം ചോദിക്കാറുണ്ട്. പക്ഷെ തൊഴിലുകൾ ധാരാളമുണ്ട്. യഥാർത്ഥത്തിൽ BJPയുടെ MP ആവുക, BJPയുടെ മന്ത്രിയാവുക, BJPയുടെ പ്രധാനമന്ത്രിയാവുക നല്ല തൊഴിലാണ്, എളുപ്പമാണ് നമ്മുടെ ജോലി എന്ന് പറയുന്നത്. ആരുടെയെങ്കിലുമൊക്കെ പേര് പിടിച്ച് മാറ്റുക, ചരിത്രം മാറ്റുക, ഇന്ത്യയുടെ സെക്യുലർ ആത്മാവിനെ മാറ്റുക, ഇത്ര വളരെ എളുപ്പമുള്ള ഒരു പണിയാണ് BJPയുടെ പ്രതിനിധികൾ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ വീടുകളിൽ പേരിടൽ ചടങ്ങിന് ഇനി മുതൽ BJPക്കാരെ വിളിച്ചാൽ മതി. പക്ഷെ അതിൽ ചെറിയ പ്രശ്നം എന്ന് പറയുന്നത് പേരിടൽ ഈ പറയുന്ന 22 ഔദ്യോഗിക ഭാഷകൾ ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിൽ പറയുന്നുണ്ടെങ്കിലും കുട്ടിയുടെ പേര് ഒരിക്കലും മലയാളത്തിലിടാൻ ഇവർ സമ്മതിക്കില്ല. നിർബന്ധമായി അത് ഹിന്ദിയിലായിരിക്കണം, കുട്ടിയുടെ പേര് ഹിന്ദുവുമായിരിക്കണം എന്നുള്ളതായിരിക്കും. 2 റഹീം എന്ന ആരെങ്കിലും പേരിടാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ പേര് മാറ്റി ഇവർ റാമാക്കും എന്നുള്ളതാണ്. കുട്ടിയുടെ അച്ഛൻ്റെ പേര് രാജീവ് എന്നാണെങ്കിൽ ദീൻദയാൽ എന്ന് കുട്ടിയുടെ അച്ഛൻ്റെ പേര് പോലും ഇവർ മാറ്റും. കുട്ടിയുടെ അമ്മയുടെ പേര് ഇന്ദിര എന്നാണെങ്കിൽ ഇന്ദ്രധനുഷ് എന്ന് പേരാക്കണം എന്ന് നിർബന്ധം പറയും. അക്ബർ ആണെങ്കിൽ പിടിച്ച് അബ്ദുൾ കലാം ആക്കി മാറ്റും. ഇങ്ങനെ വീട്ടിൽ നിന്ന് പേരിട്ട് ഇവർ തിരിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ വീടൊക്കെ അവിടെ തന്നെ ഉണ്ടോ എന്ന് തീർച്ചയായിട്ടും നമ്മൾക്ക് ഒന്നുകൂടെ ഉറപ്പ് വരുത്തേണ്ടി വരും. അപ്പോൾ എനിക്ക് തോന്നുന്ന ഏറ്റവും മികച്ച നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി എന്ന് പറയുന്നത് നരേന്ദ്രമോദി ദേശീയ പേരിടൽ ഉറപ്പ് പദ്ധതിയാണ്. അഥവാ നരേന്ദ്രമോദി നാംകരൻ തൊഴിൽ യോജനയാണ് ഇവർക്ക് ഏറ്റവും അറിയാവുന്ന ഒരു പണി എന്ന് പറയുന്നത്. നോക്കൂ, പേരിടലും പേരുമായ്ക്കലും ഒന്നും തന്നെ നിഷ്കളങ്കമല്ല. അത് വളരെ കൃത്യമായി രാഷ്ട്രീയമായിട്ടുള്ളൊരു കാര്യമാണ്. വലതുപക്ഷ രാഷ്ട്രീയം ആഗോളതലത്തിൽ തന്നെ എല്ലാ കാലത്തും ഉപയോഗിച്ചിട്ടുള്ള ഒരു കാര്യമാണ്
ചരിത്രത്തെ വളച്ചൊടിക്കാനും ചരിത്രത്തെ മായ്ക്കുവാനും പേരുപയോഗിക്കുക എന്ന് പറയുന്നത്. തുർക്കിക്കകത്ത് കുർദിഷ് ഗ്രാമങ്ങളുടെ തുർക്കിഷ് പേരുകൾ മൊത്തം മായ്ച്ചുകൊണ്ട് കുർദിഷ് ഭാഷയെ പോലും അന്യവൽക്കരിക്കുന്നത് കൃത്യമായി നമ്മൾ കണ്ടിട്ടുണ്ട്. ഇസ്രയേൽ പലസ്തീൻ വിഷയത്തിനകത്ത് പലസ്തീൻ ഗ്രാമങ്ങളുടെ പേര് മായ്ച്ചാണ് മാപ്പുകളിൽ നിന്ന് ആ രാജ്യങ്ങളെ പോലും മായ്ക്കുന്നത് വളരെ കൃത്യമായി മാറ്റിയത്. ഒരുപക്ഷെ മ്യാൻമാറിൽ റോഹിംഗ്യൻ എന്ന് പോലും പറയാൻ നിങ്ങൾക്ക് പറ്റില്ല, ഇല്ലീഗൽ മൈഗ്രൻസ് എന്ന് മാത്രമേ പറയാൻ വേണ്ടി പറ്റുകയുള്ളൂ. ലോകം ആകമാനം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വംശീയ ഉന്മൂലനം ആദ്യം തുടങ്ങുന്നത് മനുഷ്യരുടെ ശരീരത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ടല്ല, പക്ഷെ വളരെ കൃത്യമായി കൊണ്ട് പേരുകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ്, പേരുകളെ ഉന്മൂലനം ചെയ്തുകൊണ്ടാണ്, ചരിത്രത്തെ ഉന്മൂലനം ചെയ്തുകൊണ്ടാണ് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരെ ആകമാനം ഉന്മൂലനം ചെയ്യുന്നത്. ഇവിടെ ഈ വലതുപക്ഷ പ്രതിനിധിയായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഋതുരാജ് എന്നല്ല അദ്ദേഹത്തിന്റെ പേര്, ഋതുരാജോ സാർ അങ്ങയുടെ പേര്? അനുരാജ് ദിനു അല്ല, പേരെന്തായാലും കുഴപ്പമില്ലല്ലോ, അദ്ദേഹം പേര് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഗൗരവമായിട്ട് എടുത്തുകൊണ്ട് പേര് മാറിപ്പോയതാണ്, സോറി. അപ്പം അദ്ദേഹം പറഞ്ഞു പേരല്ലല്ലോ കണ്ടന്റ് അല്ലേ പ്രധാനം, അപ്പം പ്രശ്നമില്ല. അപ്പം അദ്ദേഹം പറയുന്ന ഒരു വാദമുണ്ട്, പേര് മാറ്റലിലൊന്നും പ്രശ്നമില്ല. അപ്പം എന്തിനാണ് ഇവരിങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ട് പേരിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്? മുഗൾ സറായ് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന്റെ പേര് കഷ്ടപ്പെട്ടുകൊണ്ട് ദീൻദയാൽ ഉപാധ്യായ എന്ന് കഷ്ടപ്പെട്ട് എന്തിനാണ് മാറ്റുന്നത്? റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ തന്നെയല്ലേ ഓടുന്നത്. ഡൽഹിയിലെ സൈൻ ബോർഡുകളിൽ ഉറുദു മുസ്ലിം പേരുകളൊക്കെ തന്നെ ശിവസേന ബ്ലാക്ക് പെയിന്റ് അടിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? പേരിൽ ഒന്നുമില്ലെങ്കിൽ. ഗുറാഗണിനെ എന്തിനാണ് നിങ്ങൾ ഗുരുഗ്രാം ആക്കി മാറ്റുന്നത്? അലഹബാദിനെ എന്തിനാണ് പ്രയാഗ്രാഗ് ആക്കി മാറ്റിയത്? ഫൈസാബാദിനെ എന്തിനാണ് അയോധ്യ ആക്കി മാറ്റിയത്? ഔറംഗാബാദിനെ എന്തിനാണ് ഛത്രപതി സംഭാജി നഗർ ആക്കി മാറ്റിയത്? പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ നിങ്ങൾ എന്തിനാണ് സേവാ തീർത്ഥാക്കി മാറ്റിയത്? പേരിടൽ നിങ്ങൾക്ക് ഒരു പ്രശ്നമല്ലാത്ത കാര്യമാണെങ്കിൽ നോക്കൂ, ഇവിടെ ഇവർ പറയുന്നത് വളരെ കൃത്യമായിക്കൊണ്ട് ഇവർ പേരിടുന്നതൊക്കെ തന്നെ രാജ്യത്തിലെ പ്രധാനപ്പെട്ട ആളുകളുടെ പേരിലേക്കാണ് എന്നാണ് പറയുന്നത്. എനിക്ക് ഈ BJPയുടെ വക്താവായിക്കൊണ്ട് വലതുപക്ഷ നിരീക്ഷകനായി വന്ന് നിൽക്കുന്ന ആളോട് ചോദിക്കാനുള്ളത്, മഹാത്മാഗാന്ധിക്കില്ലാത്ത എന്ത് ഗുണമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ, ഇന്ത്യയുടെ ചരിത്രത്തിൽ ദീൻദയാൽ ഉപാധ്യയ്ക്കുള്ളത് എന്നുള്ള ചോദ്യമാണ്. മഹാത്മാഗാന്ധി ദീൻദയാൽ ഉപാധ്യയേക്കാൾ എത്ര കുറഞ്ഞ മനുഷ്യനാണെന്ന് നിങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. നാഷണൽ അർബൻ ലൈവ്ലിഹുഡ് മിഷൻ, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ, ഇതിൻ്റെയൊക്കെ പേര് മാറ്റിക്കൊണ്ട് വളരെ കൃത്യമായി കൊണ്ട് ദീൻദയാൽ ഉപാധ്യായ ഗ്രാമീൺ യോജന എന്നും ദീൻദയാൽ അന്ത്യോദയ യോജന എന്നും മാറ്റാൻ വേണ്ടി എന്ത് രീതിയിലുള്ള കോൺട്രിബ്യൂഷനാണ് ഈ വ്യക്തികൾ ഇന്ത്യക്കകത്തെ ഫ്രീഡം സ്ട്രഗിളിലും ഇന്ത്യക്കകത്തെ പൊളിറ്റിക്സിലേക്കും കൊടുത്തിട്ടുള്ളതെന്ന് നിങ്ങൾ വ്യക്തമാക്കണം. ഗാന്ധിക്ക് എന്ത് കുറവാണ് ഇവരെക്കാൾ കുറവുള്ളതെന്ന് നിങ്ങൾ കറക്റ്റായിട്ട് പറയണം. നോക്കൂ, ഇവിടെ മുൻ പ്രധാനമന്ത്രിമാരുടെ പേരൊക്കെ മാറ്റിക്കൊണ്ട് പ്രൈം മിനിസ്റ്റർമാരുടെ പേരുകൾ മൊത്തം മാറ്റിക്കൊണ്ട് വളരെ എളുപ്പത്തിൽ ചില ന്യൂട്രൽ പേരുകളാണ് എടുക്കുന്നത് എന്നൊക്കെയുള്ള വാദം വലതുപക്ഷ ചിന്തകന്മാർ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ജവഹർലാൽ നെഹ്റുവിൻ്റെ പേര് ഇവർ മാറ്റും, അതിനെ അമൃത് എന്നാക്കി മാറ്റും, നാഷണൽ റൂറൽ റിന്യൂവൽ മിഷനെ. പക്ഷേ വളരെ കൃത്യമായി അബ്ദുൽ കലാം എന്ന് പറയുന്ന പ്രൈം മിനിസ്റ്ററുടെ പേരിനോട് ഇവർക്ക് യാതൊരു ഐത്തവുമില്ല. അപ്പോൾ താങ്കളുടെ നെപ്പോട്ടിസം കാണിച്ചുകൊണ്ട് താങ്കളുടെ ഹിന്ദുത്വ രാഷ്ട്രീയം പേർന്ന ആളുകളെ പേരുകൾ വെക്കാൻ ഇവർക്ക് യാതൊരു പ്രശ്നവുമില്ല. നോക്കൂ, ഈ രാജ്യത്തിനകത്തുള്ള പാരമ്പര്യം എന്ന് പറയുന്നത്, ഇന്ത്യയുടെ പാരമ്പര്യം എന്ന് പറയുന്നത് മുഗളന്മാർ അടക്കമുള്ള മനുഷ്യരുടെ, മുസ്ലിം ജനവിഭാഗങ്ങളുടെ, ഇന്ത്യയിലെ ദളിതരും ആദിവാസികളും അടങ്ങുന്ന പാർശ്വവൽക്കൃത വിഭാഗങ്ങളുടെ ഒക്കെ ചരിത്രവും പാരമ്പര്യവുമാണ്. ഇതിൽ നിന്നുള്ള പേരുകളൊന്നും തന്നെ സ്വീകരിക്കാതെ കൃത്യമായി കൊണ്ട് ഹിന്ദുത്വ രാഷ്ട്രീയം പേർന്ന, ഹിന്ദുത്വ പുരാണങ്ങൾ പേർന്ന പേരുകൾ മാത്രമാണ് ഇവർ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഭാരതത്തിനെ ഇങ്ങനെ, അല്ലെങ്കിൽ ഇന്ത്യയെ ഇങ്ങനെ രാമായണം മഹാഭാരതം സീരിയലിന്റെ സീനാക്കി മാറ്റുകയാണ് ഇവർ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എനിക്ക് ഒരു കാര്യത്തിൽ കൂടെ അത്ഭുതമുള്ളത്, ഒരുപക്ഷെ എങ്ങനെയാണ് നാളെ ഈ സ്കീമിനകത്ത് ഈ പറയുന്ന റാംജി എന്നൊക്കെ ഞാൻ വിചാരിക്കും ആദ്യം ഇവർ ഷോർട്ട് ഫോം ആണ് ഉണ്ടാക്കുന്നത്, എന്നിട്ടാണ് ഫുൾ ഫോം ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം നാളെ ഈ റാംജി സ്കീമിൻ്റെ അകത്ത് വല്ല അക്ബർ എന്ന പേരുള്ള ഒരു മനുഷ്യനെങ്ങാനും തൊഴിലെടുക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ഉമ്മുക്കുൽസ് തൊഴിലെടുക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ എനിക്കുറപ്പാണ് ഇവരുടെ സംഘടനകളുണ്ട്, വിശ്വ ഹിന്ദു പരിഷത്തൊക്കെ പോലുള്ള VHP ഒക്കെ പോലുള്ള സംഘടനകളുണ്ടല്ലോ, ഇവർ കോടതിയിൽ കേസുമായി വരുമല്ലേ? ഉറപ്പായിട്ടും വരും. സീതയും അക്ബറും എന്ന് പേരായ രണ്ട് സിംഹങ്ങൾ ഒന്നിച്ച് ജീവിച്ചതിന് കോടതിയിൽ കേസ് കൊടുത്ത മനുഷ്യന്മാരാണ്. അവിടെ പേര് മാറ്റണം എന്ന് പറയുന്ന കോടതിയാണ് നിലവിലുള്ളത്. ഈ സ്ഥലത്ത് എങ്ങനെയാണ് റാംജി പദ്ധതിക്കകത്ത് ഈ മാർജിനലൈസ് മനുഷ്യരെ ഉൾക്കൊള്ളാൻ പോകുന്നത് എന്നുള്ളത് വളരെ കൃത്യമായ ഒരു ചോദ്യമാണ്. അപ്പോൾ പേരിടൽ എന്ന് പറയുന്നത് ഒട്ടും നിഷ്കളങ്കമായിട്ടുള്ള ഒരു കാര്യമല്ല. പേരിടൽ ചരിത്രത്തെ മായ്ക്കാൻ വേണ്ടി, വംശീയ ഉന്മൂലനം നടത്താൻ വേണ്ടിയിട്ടുള്ള സിദ്ധാന്തം തന്നെയാണ് വളരെ കൃത്യമായിക്കൊണ്ട് ഇവർ ചമഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ശരി ദിനു. ശ്രീ സന്തോഷ് കുമാർ, ഇപ്പോൾ ഈ പദ്ധതികൾ നടപ്പാക്കുമ്പോൾ കേന്ദ്രത്തിലെ എല്ലാ പദ്ധതികളും ഇതിനകം തന്നെ ഈ 60:40 എന്ന രൂപത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ വിദ്യാഭ്യാസ
ത്തിലടക്കം ആ രൂപത്തിലാണ് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് എന്നൊരു വാദം അങ്ങ് കേട്ടല്ലോ. അപ്പോൾ അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഈ തൊഴിലുറപ്പ് പദ്ധതിയിലും അങ്ങനെ സംസ്ഥാനത്തിന് കൂടി തുല്യബാധ്യതയല്ല, ശരിക്കും ബാധ്യതയാണ് വരുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കാനാകുന്നുണ്ട്. പക്ഷേ അതാണ് കേന്ദ്രം പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ പദ്ധതി നിർത്തിവെക്കാൻ, തൊഴിലുറപ്പ് പദ്ധതി നിർത്തിവെക്കാൻ നേരത്തെ വ്യവസ്ഥയുണ്ടായിരുന്നില്ല. പക്ഷേ പുതിയ ബില്ലിൽ ഏറ്റവും തിരക്കേറിയ കാർഷിക ദിവസങ്ങളിൽ 60 ദിവസങ്ങൾ വരെ പദ്ധതി മരവിപ്പിക്കാം എന്നൊരു കാര്യം കൂടി എടുത്തു പറയുകയാണ്. ഇത് ഏത് രീതിയിലാണ് ബാധിക്കാൻ പോകുന്നത്? അല്ല, ആ രണ്ട് കാര്യങ്ങൾ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. നമ്മൾ ഇപ്പോൾ അരമണിക്കൂറോളം ഈ വിഷയം ചർച്ച ചെയ്തിട്ട് നമ്മളതിന്റെ ഉള്ളടക്കത്തിലേക്ക് അല്പം മാത്രമേ കടന്നുള്ളൂ. നമ്മളിപ്പോ എംപിമാരുടെ കടമകൾ അങ്ങനെയൊക്കെ പറഞ്ഞാല് എന്താണ് ഇന്ത്യയുടെ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ഈ വലത് നിരീക്ഷണം നിങ്ങൾ പറഞ്ഞുകൊണ്ടാണ്, എനിക്കറിയില്ല എന്താണ് ഇന്ത്യയുടെ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ. അദ്ദേഹം ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. അങ്ങനെ ഞാൻ ഈ കടമകളെ കുറിച്ച് വിശദീകരിച്ചു കൊടുക്കാം. ഞാൻ അങ്ങനെ ഒഫൻസീവായിട്ട് പറയുന്നതല്ല കേട്ടോ. എന്താണ് ഇന്ത്യയുടെ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു നിമിഷം ഞാൻ അദ്ദേഹത്തിന് കൊടുക്കാം. അദ്ദേഹം ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. എന്താണ് ഇന്ത്യയുടെ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ? ഞാൻ ഒരു നിമിഷം പെട്ടെന്ന് പറയണം. പിന്നെ ഇത്തരത്തിലുള്ള ബഹുമാനപ്പെട്ട MP പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള ആരോഗ്യകരമായ ചർച്ചകളാണ് വേണ്ടത്. ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ അതിൽ തെറ്റുകളുണ്ടെങ്കിൽ തിരുത്താൻ പോലും ഞാൻ തയ്യാറാണ്. അപ്പോൾ ഇന്ത്യൻ പാർലമെന്റ് തമ്മിൽ പരിചയമില്ല. എനിക്ക് തോന്നുന്നു നമ്മൾ ഒരേ നാട്ടുകാരായിരിക്കും. പറഞ്ഞോളൂ. അദ്ദേഹം പറഞ്ഞ അല്ല, ഞാൻ എന്റെ സമയം വേണമെങ്കിൽ അങ്ങനെ തരാം. തോന്നുന്നത് ഇപ്പൊ ഞാൻ എനിക്ക് സമയം വേണ്ട, ഞാൻ പറയാം. അതായത് ഞാൻ കുറച്ചു കാലമായിട്ട് മാധ്യമ അപ്പോ ഇന്ത്യയില് ആയിക്കോട്ടെ, ഞാൻ സമ്മതിച്ചു. പറയൂ, സമയം കളയണ്ട. ഞാനൊന്നും നിഷേധിക്കാൻ തറക്കുന്നില്ല. പറഞ്ഞു. അല്ല, ഇത് നമ്മള് പല സ്ഥലത്തുനിന്ന് അപ്പൊ ഇരിക്കട്ടെ, ഇനിയിപ്പോ നമ്മൾ സമയം കളയണ്ട. വോയിസ് വരുമ്പോ എല്ലാം കൂടെ ഇത് അപ്പൊ അത് ഇത്ര ഒരു പ്രാഥമികമായ ചോദ്യം ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയാം. ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബോഡിയാണ്. അവിടെ നിയമനിർമ്മാണം നടക്കേണ്ടുന്ന സഭയാണ്. അവിടെ ഭരണപക്ഷ MP-മാരും പ്രതിപക്ഷ MP-മാരും തമ്മിലുള്ള സജീവമായ ചർച്ചകൾ നടക്കുകയും ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ രാഷ്ട്രത്തിന് ഗുണപരമായ രീതിയിലുള്ള നിയമങ്ങൾ രൂപപ്പെടുകയുമാണ് വേണ്ടത്. ഇത് നിയമനിർമ്മാണമാണ് ഒരു MP-യുടെ ചുമതല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ പറഞ്ഞതല്ല. ഇത് പല പ്രമുഖ രാഷ്ട്രതന്ത്രജ്ഞന്മാരും പറഞ്ഞിട്ടുള്ളതാണ്. പലപ്പോഴും നമ്മുടെ MP-മാർ ശ്രദ്ധിക്കുന്നത് മറ്റു പല കാര്യങ്ങളിലാണ് എന്ന് നോക്കൂ. താങ്കള് ഈ മാധ്യമപ്രവർത്തകരാണെങ്കിലും ഇന്ത്യയുടെ പാർലമെന്റിനെ കുറിച്ചുള്ള ധാരണ, പാർലമെന്റ് എങ്ങനെ ആയിരിക്കണം എന്നതിനെ കുറിച്ചാണ് ഇപ്പൊ താങ്കൾ ഉത്തരം പറഞ്ഞത്. പാർലമെന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഭരണഘടന അനുസരിച്ചിട്ട് 3 എണ്ണം കൂടിച്ചേരുന്നതാണ്. അത് എപ്പോഴും മനസ്സിലാക്കി പഠിച്ചു വെക്കണം. അത് 1 ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ്, 2 രാജ്യസഭയാണ്, 3 ലോക്സഭയാണ്. ഇത് 3ഉം കൂടെ കൂടിയതിനെയാണ് നമ്മൾ ഒറ്റ വാക്കിൽ പാർലമെന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അത് ദയവായി, ഞാൻ അത് നിങ്ങൾക്ക് അറിയില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ. മറ്റതെല്ലാം നമ്മളിങ്ങനെ, ഞാനീ ഒരുപാട് കോളേജിലൊക്കെ പ്രസംഗത്തിന് പങ്കെടുപ്പ് പറയുന്നതാണ്. ഞാൻ താങ്കൾ അവമാനിക്കാൻ പറയുന്നില്ല, ആ ഭാഗം വിട്ടേക്കും. പാർലമെന്റ് ഓഫ് ഇന്ത്യ എന്നുള്ള ചോദ്യത്തിന് ആർട്ടിക്കിൾ അനുസരിച്ചിട്ട് 79, 80, 81 ഇത് 3 അനുസരിച്ചിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാക്കി. പാർലമെന്റ് എന്ന് പറഞ്ഞാല് ലോക്സഭയും രാജ്യസഭയും പ്രസിഡന്റ് ആയിക്കോട്ടെ, എത്തിയിട്ടില്ല, എത്തണം, അതൊക്കെ അത്യാവശ്യം നോക്കി വരണമെന്നാണ് ഞാൻ പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഒരു കാര്യം ഞാൻ പറയട്ടെ, നിങ്ങളിത് പഠിക്കണം. ഞാൻ അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാനിപ്പോ എന്റെ ഭാഗം വിശദീകരിച്ചത് പബ്ലിക് ഡൊമൈനിനകത്തുണ്ട്. ഞാൻ പറയുന്നത് പാർലമെന്റ് എന്ന് പറഞ്ഞാൽ സാധാരണ ആളൊരു ധാരണ ലോക്സഭ രാജ്യസഭ മാത്രമാണ്. ഞാൻ ഇരിക്കട്ടെ, ചെറിയ കാര്യം വരും. താങ്കൾ ഇങ്ങനെ പറഞ്ഞു മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ സമയം നിങ്ങളെ സമയം ആയിക്കോട്ടെ, സമ്മതിച്ചു. ഇത്രയും ആയിക്കോട്ടെ, ഇത്രയും സമയം എടുത്ത് താങ്കൾ അങ്ങ് ഈ ബില്ല് കണ്ടിട്ടുണ്ടോ? ഇത് ശരിക്കും നോക്കിയിട്ടുണ്ടോ?
ഞാൻ അങ്ങനെ ചലഞ്ച് ചെയ്ത് പറയുന്നതല്ല കേട്ടോ. എന്റെ ഒരു സൗണ്ട്, ഒരു കണ്ണൂർക്കാരന്റെ സൗണ്ടിന്റെ ചിലപ്പോൾ കുറച്ച് ഇതുകൊണ്ടാവാം. നിങ്ങളിത് കണ്ടിട്ടില്ല എന്നുള്ളതിന് ഒരുപാട് തെളിവുണ്ട്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുഴുവൻ കാണണമെന്നില്ല. ഞാൻ തന്നെയും സ്മൃതിയെ പോലെ ഒരാൾ ചർച്ചയ്ക്ക് ഓടിച്ചു. കാരണം അവർ കുറെ ദിവസമായി LDF തോറ്റതിന്റെ ആഘോഷമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ, സ്മൃതി പ്രത്യേകിച്ച് ആഘോഷിക്കുന്നതിനിടയിൽ ഞാൻ പിന്നെ വിചാരിച്ചു എന്തായാലും ചർച്ചക്കൊന്നും പോകാന്ന് വെച്ചു എന്നാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കുന്നത് താങ്കൾ പറഞ്ഞിരിക്കുന്ന വാദങ്ങൾക്കൊന്നും സാധാരണ നിങ്ങൾ സമ്മതിച്ച കാര്യമാണ്. തോറ്റതിന്റെ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിച്ച് പൂർണ്ണമായും പുറത്തേക്ക് പറയാത്തതാണ്. നമ്മൾ ചർച്ച ചെയ്തല്ലേ പറ്റും. നോക്കി നമ്മളെ അല്ല ഞാൻ പറഞ്ഞ സ്മൃതിക്ക് കുറെ ദിവസം അതിന്റെ പുറത്തൊക്കെ സന്തോഷിച്ചിരിക്കുന്ന ഒരാളായതുകൊണ്ട് ഇപ്പൊ ഒരു വിഷയം മാറി. ഇതിനകത്ത് പറയോ ഈ മന്നരേഖ എന്ന ഞാൻ നിങ്ങൾക്ക് കുറച്ച് സന്തോഷം അപ്പൊ അത് വിട്ടേക്കോ. അത് അങ്ങനെ പറയരുത്. ആയിക്കോട്ടെ, ഞാൻ സമ്മതിച്ചു. ഞാനൊരു പിരിമുറുക്കത്തിന്റെ അന്തരീക്ഷം വേണ്ടവരോട് പറഞ്ഞാണ്. എനിക്ക് നിങ്ങളെപ്പോലെ എല്ലാ ആംഗേഴ്സിനോടും ബഹുമാനാണ്. ഞാൻ അതിരിക്കട്ടെ. ഞാൻ പറയുന്നതറിയോ, ഇതിനകത്ത് ഈ പറയാവുന്ന അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ച ഈ പദ്ധതിയുമായി സംബന്ധിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാൻ എന്ത് ചെയ്താൽ മതിയായിരുന്നു? നിലവിലുള്ള നിയമത്തിനകത്ത് ഭേദഗതി മതിയായിരുന്നു. എത്രയോ തവണ ഈ വിഷയം ഇന്ത്യയുടെ പാർലമെന്റിൽ ചർച്ചയ്ക്ക് വന്നു. എല്ലാ ബജറ്റിന്റെ സമയത്തും നിങ്ങൾ കഴിഞ്ഞ ഒരു ദശാബ്ദ കാലത്തെ ബജറ്റ് ചർച്ച എടുത്തു നോക്കും. അതൊക്കെ കിട്ടും, സെർച്ച് ചെയ്താൽ കിട്ടും. അതിനുശേഷം പിന്നെ അപ്രോപ്രിയേഷൻ ബില്ലുകൾ വരും. ആ സമയത്ത് എല്ലാം തന്നെയും ഉയർന്നു വരുന്ന ഒരു ചർച്ചയാണ് ഈ മന്നരേഖ എന്ന് പറയുന്നത്. ഭരണപക്ഷത്തോ പ്രതിപക്ഷത്തോ ഉള്ള ഒരാൾ പോലും ഇത്രയും കാലത്തിനുള്ളിൽ ഈ ചർച്ചകളിലൊന്നും ഇതിന്റെ അനുപാതം മാറ്റി ഇതിനെ ആകെ റീസ്ട്രക്ചർ ചെയ്യണമെന്ന് ഒരിടത്തോലും ആവശ്യപ്പെട്ടിട്ടില്ല. നിങ്ങൾ ഇത് മുഴുവൻ ഇത്രയും എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്നില്ല. ഇത്രയും MP-മാർ ഞങ്ങൾക്ക് കുറച്ച് സമയം കിട്ടും. അങ്ങനെ എല്ലാ MP-മാരുടെയും ചർച്ചകൾ എടുത്തു നോക്കിയാൽ കഴിഞ്ഞ ഒരു ദശാബ്ദകാലത്ത് ആരും അങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടില്ല. ഇത് ആകെ ഉടച്ചു വാർക്കുന്നതിന്റെ കാര്യം എന്താണ്? ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതൊരു ഗ്യാരണ്ടി അല്ലാതായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ആയിരക്കണക്കായ ലക്ഷക്കണക്കായ ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയിലെ സാധാരണ മനുഷ്യർക്ക്, അൺസ്കിൽഡ് ലേബേഴ്സിന്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വലിയ ആശ്വാസമാകുമായിരുന്ന ഒരു കാര്യം. ഹരിയാനയാണ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് 400, കേരളം 369. അപ്പൊ നമ്മുടെ ഗ്രാമീണ മേഖലയിലെ ദാരിദ്ര്യം എന്നൊക്കെ പറയുന്നത് വളരെ വളരെ ഭീകരമായിരിക്കുന്ന ഒരു സംഗതിയാണ്. ഞാൻ അതിന്റെ മറ്റ് കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു രാജ്യത്ത് ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിൽ തന്നെ വലിയ സഹായകമാകുന്ന ഒരു പദ്ധതിയാണ് അവസാനിപ്പിച്ചിരിക്കുന്നത്. അതിനെ നിങ്ങൾ മറ്റൊരു സ്കീമൊക്കെ ആയി ബന്ധപ്പെട്ടിട്ട് പിന്നെ നമ്മൾ അങ്ങനെ താരതമ്യം ചെയ്ത് സംസാരിക്കുന്നത് ശരിയല്ല. മഹാത്മാഗാന്ധിയുടെ പേര് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ വികസിത ഭാരതത്തിന്റെ ഇവരുടെ യാത്രക്കകത്തേക്ക് ആ രാഷ്ട്രപിതാവിന്റെ പേര് നിലനിർത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പോലും തർക്കമുണ്ട്. അത് 20 കൊല്ലം പഴയ, അല്ലെ 9 കണക്കാക്കിയാൽ അത്ര പഴക്കം ഉണ്ടാവില്ല. ഒരു പഴക്കമുള്ളൊരു കാര്യമായതുകൊണ്ട് മാറ്റി എന്നൊക്കെ പറയുന്നത് ഒരു നല്ല ന്യായമാണോ? ന്യായീകരിക്കുന്ന എല്ലാ സുഹൃത്തുക്കളും ആ കാര്യം ആലോചിക്കണമെന്നാണ് എന്റെ അഭ്യർത്ഥന. വാസ്തവത്തില് നമ്മുടെ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് പ്രായോഗികമായി അത് അവസാനിച്ചു. സംസ്ഥാനങ്ങളുടെ മേൽ, കേരളത്തിന്റെ കാര്യം പറയാൻ ഞാൻ കൂടെ ബാധ്യസ്ഥരാണല്ലോ, 1600 കോടി വരുന്നു. അത് തമിഴ്നാടിനുണ്ടാവും, ബംഗാളിൽ. ഇനി അടുത്ത കാര്യം എന്താണ്? എന്തെങ്കിലും തരത്തിലുള്ള ഉപാധികൾ, ചരടുകൾ വെച്ചുകൊണ്ട് ഇംപ്ലിമെന്റേഷന്റെ കുറെ ഗൈഡ് ലൈൻസ് കൊണ്ടുവരും അടുത്ത ഘട്ടത്തിൽ. അതാണ് അടുത്ത പ്രശ്നം. ഇപ്പൊ റോഡ് ഉണ്ടാക്കി, അപ്പൊ അവിടെ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ എഴുതി വെക്കണം എന്ന് പറയും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ, നമുക്ക് ധാരാളം കാര്യങ്ങളുണ്ട്. ബ്രാൻഡിങ്ങിന്റെ പ്രശ്നം വരും, ആ ബ്രാൻഡിങ്ങിന്റെ പ്രശ്നം വരും. അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിനകത്ത് ചില സമയത്ത് ചില ഡിലേ ഉണ്ടായി എന്ന് പറയും. അപ്പൊ ആ ഫണ്ട് നിഷേധിക്കും. അപ്പൊ ഫലത്തിൽ സംസ്ഥാനങ്ങളുടെ എല്ലാ അവകാശങ്ങളും നിഷേധിക്കുന്ന ഒരു കാര്യമാണ്. എന്ത് അടിസ്ഥാനത്തിലാണ്, എന്ത് ആവശ്യത്തിന് വേണ്ടിയാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്? മന്നരേഖയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന എന്തെങ്കിലും തരത്തിലുള്ള ആക്ഷേപങ്ങൾ, കാര്യങ്ങളിലൊക്കെ ചർച്ച ചെയ്തപ്പോൾ ഇന്ത്യയുടെ പാർലമെന്റിലോ വല്ല എവിടെയെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ നിന്നോ ഇത് മാറ്റാനുള്ള ഡിമാൻഡ് ഉണ്ടായിരുന്നു. ഇപ്പൊ പറഞ്ഞല്ലോ, സംസ്ഥാനങ്ങളിൽ ഒന്നും എതിർപ്പില്ല. ഏതെങ്കിലും സംസ്ഥാനം ഇത് റീസ്ട്രക്ചർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ ഭരണപക്ഷത്തിരിക്കുന്ന പലർക്ക് പോലും ഒരു ഷോക്കായിരിക്കുന്ന ഒരു ബില്ലുമായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ പെട്ടെന്ന് ഇത് പാസ്സാക്കിയിട്ടുണ്ടാവാം, പക്ഷെ ഇതിന്റെ ആഘാതം എന്ന് പറയുന്നത് ഇത് ഒട്ടും ചെറുതല്ല എന്നുള്ളതാണ്. സംസ്ഥാനങ്ങളുടെ മേലുള്ള ഇത് വർദ്ധിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് ആ 2 മാസക്കാലം ഇവർക്ക് കുറഞ്ഞ കൂലിക്ക് ജോലി ചെയ്യാൻ നിർബന്ധിതമാകുന്ന സാഹചര്യം ഉണ്ടായി. സ്പെസിഫൈഡ് ആയിരിക്കുന്ന സമയത്തും സ്ഥലത്തും ഒക്കെ അത് ആ വർക്ക് മാത്രം നടത്തേണ്ട സാഹചര്യങ്ങൾ വന്നു. അങ്ങനെ സാധാരണഗതിയിൽ ആ നിയമം ഉണ്ടാക്കിയിരിക്കുന്ന, മറ്റത് കൊടുത്തിരിക്കുന്ന ഗ്യാരണ്ടി റൈറ്റ് എന്ന് പറയുന്നത് ഇപ്പോ ഇല്ലാതായിരിക്കുന്നു എന്നതാണ് ഇതിന്റെ രത്നച്ചുരുക്കം എന്ന് പറയുന്നത്. നമ്മൾ ആ ഭാഗം ചർച്ച ചെയ്യുന്നതിന് പകരം നമ്മൾ മറ്റ് കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ JNUവിന്റെ പേര് ഞങ്ങൾ ഔദാര്യം പോലെ നിർത്തുന്നില്ലോ എന്നൊക്കെ തർക്കിച്ച ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ആ കാര്യത്തിൽ ഒരു അശക്തനാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ചർച്ച കൊണ്ടുപോകരുത്. നിങ്ങൾ എല്ലാവരും ഈ ബില്ലിനെ ന്യായീകരിക്കുന്ന, ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന അനുരാജൻ ഉൾപ്പെടെയുള്ള സുഹൃത്തുക്കള്
അദ്ദേഹം ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ലതുപോലെ പഠിച്ചാൽ, രാഷ്ട്രീയ നിരീക്ഷകനായിട്ടാണ് ഞാൻ പറയുന്നത്, ഇത് വളരെ അപകടം ഒളിഞ്ഞിരിപ്പുള്ള ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിനെ നിങ്ങൾ മറ്റ് കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഒരിക്കലും ന്യായീകരിക്കപ്പെടും. നമ്മുടെ സംസ്ഥാനത്തിന്റെ 1600 കോടി കേരളം പോലൊരു സംസ്ഥാനം തൊഴിലിന് വേണ്ടിയിട്ട് ഇപ്പൊ ചെലവഴിക്കണം എന്ന് പറയുമ്പോൾ അത് എന്തിനാണ്? ഇപ്പൊ കേന്ദ്രത്തിന്റെ സാധാരണഗതിയിൽ നമ്മൾ നികുതിപ്പണം കൊടുക്കുന്നവരല്ലേ? അപ്പൊ അത് ഈ സംസ്ഥാനത്തിന് കിട്ടിയവിടെ വല്ല കുഴപ്പമുണ്ട്? എന്തിനാണ് ഇങ്ങനെ ന്യായീകരിക്കാൻ പോകുന്നത്? കേരളത്തിൽ ഈ പദ്ധതി എത്ര വലിയ മാറ്റങ്ങൾ ഗ്രാമീണ മേഖലകത്ത് ഉണ്ടാക്കി, തമിഴ്നാട്ടിനകത്ത് ഉണ്ടാക്കി, പല ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ഉണ്ടാക്കി. എന്തിനാണ് ഇപ്പൊ ഈ ഓരോന്നിനും ഇങ്ങനെ ന്യായീകരിക്കാൻ നിൽക്കുന്നത്? ഒരു കാര്യം നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്, ഫെഡറൽ സംവിധാനത്തോട് വലിയ ബഹുമാനമുള്ള ഒരു സംവിധാനം അല്ല BJP എന്നുള്ളതാണ്. അപ്പൊ ഞാൻ വേണമെങ്കിൽ, അനുരാജ് രാഷ്ട്രീയ നിരീക്ഷകനായതുകൊണ്ട് ഞാൻ നേരത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ വേണമെങ്കിൽ വാട്സപ്പ് നമ്പർ തന്നാൽ 1951 ജനസംഘത്തിന്റെ മാനിഫെസ്റ്റോ അയച്ചു തരാം. അതിനകത്ത് വളരെ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട്, യൂണിലാറ്ററൽ ഫോം ഓഫ് ഗവൺമെന്റ് ആണ് രാജ്യത്തിന് അഭികാമ്യം, അല്ല ആവശ്യം. ഫെഡറൽ സംവിധാനം ഭാഷാടിസ്ഥാനത്തിലുള്ളത് ദേശീയതക്ക് വിഘാതമാണ്. ലൈനാണ് എഴുതിയിരിക്കുന്നത്. ആ ലൈനിൽ ഇപ്പോൾ മാറിയിട്ടുണ്ടോ എന്ന് ഞങ്ങൾ ചോദിച്ചു. ഇപ്പോഴും ഉള്ളിലിരിപ്പ് എന്ന് പറയുന്നത് അതാണ്. RSSന്റെ ഒരു ഇന്ത്യയെക്കുറിച്ചുള്ള സങ്കല്പം അങ്ങേക്ക് അറിയാം, നിങ്ങൾ അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ. ജനസംഘത്തിന്റെ ഒരു പല നിലപാടുകളും തിരുത്തിയിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് അയച്ചുതരാം. നിങ്ങൾ ഇനി വീണ്ടും ഇത് അല്ല, എന്റെ ദൈവമേ, ജനസംഘം ഉണ്ടോ ഇല്ലയോ ഇങ്ങനെയാണോ കാര്യങ്ങൾ പറയുന്നത്? അങ്ങനെ നോക്ക് ഞാൻ പറഞ്ഞ നമ്മള് ദൈവമേ അല്ല, അങ്ങ് അത്രയെങ്കിലും ഒരു പ്രാഥമിക ജ്ഞാനം കാണിച്ചതിൽ എനിക്ക് ന്യായീകരിക്കാൻ വേണ്ടി എന്തെങ്കിലും പറഞ്ഞിങ്ങനെ നോക്കൂ. അല്ലല്ല, അതിങ്ങനെ ന്യായീകരിക്കില്ല. ജനസംഘത്തിന്റെ രീതിയാണ് ഇപ്പോൾ ജനസംഘത്തിന്റെ മാനിഫെസ്റ്റോ അയച്ചു തരാം. ഇത് ആക്രമണത്തോടെ സ്വഭാവത്തോടെ സംസാരിക്കുന്നത്. ജനസംഘത്തിന്റെ മാനിഫെസ്റ്റോ എന്ത് കേൾക്കാൻ മാനിഫെസ്റ്റോ അയച്ചു തരണം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? 51 പിന്നെ അല്ലാതെ വേറെന്താ? 51 ആ മാനിഫെസ്റ്റോ ഉൾപ്പെടെയുള്ള പരമ്പരാഗതമായ ഓരോ നിലപാടുകളും പരിശോധിച്ച് ഇവിടം വരെ എത്തുമ്പോ ദേശീയ പതാക 2002 ഉയർത്തിയ ആയിക്കോട്ടെ സന്തോഷം ആയിക്കോട്ടെ. പക്ഷേ നിങ്ങളെ പോലെ തന്നെ ഒരു കണ്ണൂർക്കാരനാണ് നിങ്ങളുടെ രാഷ്ട്രീയ യാത്രയൊക്കെ ഞാൻ നിരീക്ഷിച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ അറിയാം. വല്ലാതെ കടന്നാക്രമിക്കുന്നുണ്ടാണ്. നിങ്ങൾ ഏതൊരു കണ്ണൂർ പോരായി മാറേണ്ടതില്ല. ഞാൻ കടന്നാക്രമിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് അത് അങ്ങേക്ക് ജനസംഘത്തിന്റെ ആശയം BJPക്കുണ്ട് എന്ന് പറയുമ്പോൾ അതൊരു അപമാനമായി രാഷ്ട്രീയം ഞാൻ പറയുന്നത് ഒരു കാര്യം, ഒരു പ്രശ്നം. രാഷ്ട്രീയം നോക്കൂ, അതൊക്കെ ഇരിക്കട്ടെ, ആംഗലൊക്കെ ഇരിക്കട്ടെ. ഞാനാകെ പറഞ്ഞത് ഇവിടെ ഒരാൾ ചോദിച്ചു റോൾ എന്താന്ന് ചോദിച്ചു. അതിന് ഞാൻ മറുപടി പറഞ്ഞില്ല. എന്റെ ഊഴം വരുമ്പോൾ പറയാന്ന് എടുത്തോണ്ടിരിക്കുകയാണ്. എനിക്കറിയാം താങ്കൾക്ക് മാനിഫെസ്റ്റോ അയക്കാൻ ഇത്ര മോശമാണ്. ഇതിലിത്ര അങ്ങേക്ക് എത്ര ദ്രോഷം കൊള്ളാനുള്ള ശരി, ജനസംഘത്തിന്റെ നോക്കൂ, നേതാക്കളെ കുറിച്ചോ നേതാവിനെ കുറിച്ചല്ലോ പറഞ്ഞത്, രാഷ്ട്രീയത്തെ കുറിച്ചാണ് പറഞ്ഞത്. അത് അങ്ങേക്ക് ഒന്നും പറഞ്ഞില്ല.
ആ ആശയം ഞാൻ വ്യക്തിപരമായിട്ട് ജനസംഘത്തിന്റെ കയ്യിലുള്ള കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ജനസംഘത്തിന്റെ മാനിഫെസ്റ്റോ അയച്ചു വരാമെന്ന് പറയുമ്പോൾ ഇത്ര വലിയ നാണക്കേടാണോ? സന്തോഷം ചോദിക്കാം. ഈ ചർച്ചയിൽ ഇന്ത്യൻ പാർലമെന്റ് അറിയില്ല, രാജ്യസഭ എം പി ആയിട്ട് കണ്ണൂരിൽ പോയ ഒരാളാണ്. രാജ്യസഭ എന്താണ്, അല്ലെങ്കിൽ പാർലമെന്റ് എന്താണ്, പ്രസിഡന്റിന്റെ റോൾ എന്താണ്, പാർലമെന്റിനെ കുറിച്ച് അങ്ങ് പറഞ്ഞതുകൊണ്ടാണല്ലോ. ശ്രീ അനുരാജ്, അങ്ങ് പാർലമെന്റിനെ കുറിച്ച് പാർലമെന്റ് എങ്ങനെയാകണമെന്നത് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്. ഒരു മിനിറ്റ് ശ്രീ സന്തോഷ് കുമാർ, ഒറ്റ മിനിറ്റേ ഉള്ളൂ. ശ്രീ സന്തോഷ് കുമാർ പ്ലീസ്. You have no right to question me. ശ്രീ വി ആർ അനൂപ്, ഇപ്പോൾ നാരീശക്തിക്ക് പ്രാധാന്യം നൽകി സ്ത്രീകൾക്കായി നിൽക്കുന്ന സർക്കാർ എന്ന് കേന്ദ്രം അവകാശപ്പെടുമ്പോഴാണ് ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് തൊഴിൽ നഷ്ടപ്പെടുന്ന ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത്. ഇത് ഇപ്പോൾ പാർലമെന്റിൽ പ്രതിഷേധിക്കുന്നു, പാർലമെന്റിൽ ശക്തമായി പ്രതികരിക്കുന്നു എന്നതിനപ്പുറം പ്രതിപക്ഷം എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അതിലേക്ക് ഞാൻ വരാം സ്മൃതി. അതിനു മുമ്പ് ഈ പെരുമാറ്റത്തെക്കുറിച്ച് ഇവരുടെ അജണ്ട വളരെ കൃത്യമാണ്. ഇപ്പോൾ ശ്രീനിവാസൻ അഭിനയിച്ച ഒരു മലയാള സിനിമ സ്മൃതി കണ്ടു കാണുമെന്നാണ് വിചാരിക്കുന്നത്. അതിൽ അയാൾ വ്യാജ ഡോക്ടറാണ്. തലവേദനയ്ക്ക് മരുന്ന് മേടിക്കാൻ വരുമ്പോൾ അയാൾക്ക് മോഡേൺ മെഡിസിനും അറിയില്ല, ആയുർവേദം അറിയില്ല. അപ്പൊ തലവേദനയ്ക്കുള്ള മരുന്ന് ക്രോസിനാദി വടകം എന്ന് പറയുന്നത് പോലെ IPC എന്നുള്ളത് അദ്ദേഹം വലിയ ആനക്കാരിയായിട്ടാണ് പറയുന്നത്. IPC ഞങ്ങൾ ഭാരതീയ ന്യായ സംഹിതയാക്കിയില്ലെന്ന് പറയുമ്പോൾ പേരങ്ങം മാറ്റുകയാണ്. ഈ വടകം എന്ന് പറയുന്ന ഒരു ഹിന്ദുത്വ ടേസ്റ്റ്, ഈ റാം വരുമ്പോൾ ഒരു ഹിന്ദുത്വ ടേസ്റ്റ്, ഇതാണ് ഇവരുടെ അടിസ്ഥാനപരമായ കാര്യം എന്ന് പറയുന്നത്. ഒരു ഹിന്ദുത്വവൽക്കരണത്തെ ഒളിച്ചു കടത്തുക എന്നുള്ളതാണ് ഈ പേരുമാറ്റങ്ങളുടെ പിന്നിലുള്ള പ്രഖ്യാപിതമായ അജണ്ട എന്ന് പറയുന്നത്. നിഷ്കളങ്കല്ലാന്നേ. പിന്നെ നേരത്തെ പറഞ്ഞൊരു ആരോപണത്തോട്, നേരത്തെ പറഞ്ഞൊരു വസ്തുതയോട് ഇപ്പോഴും അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല. ഗാന്ധി വധത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു സംഘടനയെ സംബന്ധിച്ച് ഗാന്ധിയുടെ പേര് മാറ്റുക എന്ന് പറയുന്നത് തുലം വലിയ കാര്യമല്ലെന്നേ. ഇപ്പോഴും ഗാന്ധി വധത്തെ കുറിച്ച് പറയുമ്പോൾ അതിൽ അന്വേഷിച്ച കപൂർ കമ്മീഷൻ അടക്കമുള്ള കാര്യങ്ങൾ അതിന് പ്രത്യയശാസ്ത്രപരമായി പിൻബലം കൊടുത്തത് RSS ആണെന്നുള്ള കാര്യത്തിൽ ആർക്കാ തർക്കമുള്ളത്? RSS അതിനുശേഷം നിരോധിക്കപ്പെട്ട സംഘടനയല്ലേ. അപ്പൊ സ്വാഭാവികമാണ് ഗാന്ധിയുടെ ഓർമ്മകളെ ഈ പറയുന്ന തമസ്കരിക്കാനും തിരസ്കരിക്കാനും നടത്തുന്ന പരിശ്രമങ്ങളിൽ ആ സംഘപരിവാർ ഭരണകൂടം മുന്നിൽ തന്നെ നിൽക്കുന്നേ. ഇത് വളരെ കൃത്യമായി ചരിത്രത്തെ തന്നെ പറിച്ചു മാറ്റാനുള്ള വലിയ പരിശ്രമമാണ്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇവിടെ തൊഴിൽ എന്നതിനെ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? തൊഴിൽ എന്ന് പറയുന്നത് ഒരു ഭരണകൂടം നൽകുന്ന ചാരിറ്റി അല്ല, അതൊരു അവകാശമാണ്. ഒരു റൈറ്റ് ബേസ്ഡ് അപ്രോച്ചാണത്, അവകാശത്തിൽ അധിഷ്ഠിതമായ സമീപനം. അതാണ് UPA കൊണ്ടുവന്ന ഇപ്പോൾ റൈറ്റ് ടു ഇൻഫോർമേഷന്റെ പ്രത്യേകത. അതാണ് നിങ്ങൾക്കൊരു വിവരം അറിയുക, ഒരു സർക്കാർ ഓഫീസിൽ വിവരം അറിയുക എന്ന് പറയുന്നത് ഒരു പൗരന്റെ അവകാശമാണ്. ഒരു റൈറ്റ് ബേസ്ഡ് അപ്രോച്ച് നമ്മുടെ ഗവർണൻസിൽ കൊണ്ടുവന്നു എന്നുള്ളതിനെ അതിനെ തിരിച്ചിടാണ്. ഒരു ഫ്യൂഡൽ കാലഘട്ടത്തിലേക്ക് ഈ പറയുന്ന അതിനെ ഒരു ഹിന്ദുത്വ ഫ്യൂഡൽ ശൈലിയിലേക്ക് കൊണ്ടുപോവുകയും അപ്പുറത്ത് നിൽക്കുന്ന പ്രധാന സേവകൻ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു പ്രധാന രാജാധികാരിയെ പോലെ നിൽക്കുകയും അയാളുടെ ചാരിറ്റിയായി, മോദിയുടെ ചാരിറ്റിയായി, പ്രധാനമന്ത്രിയുടെ ഉദാരതയായി ഇതിനൊക്കെ പ്രധാനമന്ത്രിയുടെ പേരിൽ ചാർത്തുന്ന ഒരു പുതിയ പരിഷ്കാരമാണെന്ന് ഇത്. ഇവിടെ അദ്ദേഹം എന്തോ വലിയ കാര്യമായിട്ടാണ് പറയുന്നത്. JNU ഇപ്പോഴും ഞങ്ങൾ അവശേഷിപ്പിച്ച് വെച്ചിട്ടില്ല എന്നൊക്കെ ചോദിക്കുന്നത് എന്തോ വലിയ BJP സംഘപരിവാർ ഈ രാജ്യത്തിന് കൊടുക്കുന്ന എന്തോ വലിയ ഒരു മോഡറേഷൻ ആയിട്ടാണ് പറയുന്നത്. ഇവിടെ യാഥാർത്ഥ്യം എന്താ? ഇവരെ സംബന്ധിച്ച് ഈ പറയുന്ന ചരിത്രവിരുദ്ധരായ ആളുകളാണ്, സ്വന്തമായി ചരിത്രമില്ലാത്ത ആളുകളാണ്, ജനാധിപത്യത്തിന്റെ എല്ലാ പ്രയോഗങ്ങളോടും പുറംതിരിഞ്ഞു നിൽക്കുന്ന ആളുകളാണ്. അപ്പൊ അതിനെതിരെ ഒരു പരസ്യമായി യുദ്ധപ്രഖ്യാപനമാണ് നടത്തുന്നത്. പാർലമെന്റിന് പോലും ഒരു പേടിയല്ലേ? പാർലമെന്റിൽ നടക്കുന്ന ഇത്തരം നിയമനിർമ്മാണം നടക്കുമ്പോൾ പാർലമെന്റിന് പുച്ഛിക്കുന്ന സമീപനം. അദ്ദേഹം പാർലമെന്റിനെ കുറിച്ചൊക്കെ എനിക്ക് അറിയാമെന്ന് പറയുന്നുണ്ട്. പക്ഷെ പാർലമെന്ററി സിസ്റ്റത്തോടുള്ള സംഘപരിവാറിന്റെ സമീപനം എന്താണ്? എത്ര ചർച്ചകൾ നടക്കുമ്പോൾ പ്രധാനമന്ത്രി അഭിമുഖീകരിച്ചിട്ടുണ്ട്? ഗൗരവമായി രാജ്യം ചർച്ച ചെയ്യേണ്ട എത്ര വിഷയങ്ങളിൽ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്? ഒരു ശരാശരി സംഘപരിവാറുകാരന്, ഒരു ശരാശരി സംഖ്യക്ക് പാർലമെന്റിനോടും ജനാധിപത്യത്തോടുള്ള അസഹിഷ്ണുതയുടെ പ്രതിനിധാനം തന്നെയാണ് ഇവിടെ സംഘപരിവാർ പ്രതിനിധിയും കാണിക്കുന്നത്. പാർലമെന്റിനെ അഭിമുഖീകരിക്കാൻ തയ്യാറില്ല. ഇത്തരം നിയമങ്ങളെ പിൻവാതിലൂടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ഇതിനകത്ത് കൃത്യമായി നേരത്തെ പറഞ്ഞ പോലെ ഒരു അവകാശ ബോധത്തിൽ അധിഷ്ഠിതമായ ഒരു നിയമനിർമ്മാണത്തെ തന്നെ കടപുഴക്കുന്ന സമീപനം ഉണ്ടാവുകയാണ്. ഇതിനെതിരെ വളരെ നേരത്തെ പറഞ്ഞെടുത്ത് തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. കൃത്യമായി രാജ്യത്തെ
വ്യത്യസ്തതകളും വ്യതിരക്തതകളും നിലനിൽക്കുമ്പോൾ തന്നെ അതിന് യോജിക്കുന്ന വിഭാഗങ്ങളെ അണിനിരത്തിക്കൊണ്ട് അതിനെതിരെ ഒരു വലിയ സമര രൂപം കൊടുക്കാൻ ഒരു പ്രധാന പ്രതിപക്ഷ കക്ഷി എന്നുള്ള റോൾ കോൺഗ്രസ് നിർവഹിക്കുക തന്നെ ചെയ്യുന്നുള്ള കാര്യം സംശയമില്ല. ഇവർ തെറ്റിപ്പോകുന്നത്, ഇവർക്ക് തെറ്റുപറ്റുന്നത്. ഇപ്പൊ ഗാന്ധിയെ എളുപ്പത്തിൽ ഇവിടെ നിന്ന് തമസ്കരിക്കുക എന്ന് പറയുന്നത് സംഘപരിവാർ ശ്രമിച്ചാൽ നടക്കുന്ന കാര്യമാണോ? ഇതിനകത്ത് ഗാന്ധിവധം തുടങ്ങി ബാബറി മസ്ജിദിന്റെ പൊളിക്കൽ വരെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഗാന്ധിയൻ മൂല്യങ്ങളെ, സഹിഷ്ണുതയൊക്കെ വളരെ കൃത്യമായി ആസൂത്രിതമായി ഈ രാജ്യത്ത് നിന്ന് തുടച്ചു നിൽക്കാൻ ശ്രമിക്കുന്ന ഒരാളുകളെ സംബന്ധിച്ച് ഗാന്ധി വലിയൊരു പ്രതിബന്ധമാണ്. ഗാന്ധി എന്ന് പറയുന്ന സംഘപരിവാറിനെ സംബന്ധിച്ച് എല്ലാ കാലത്തും രാഷ്ട്രീയമായ ഒരു പ്രതിബന്ധമാണ്. അതുകൊണ്ട് തന്നെ ഗാന്ധിയെ പേരിൽ നിന്ന് നിൽക്കുക, ഗാന്ധിയൻ മൂല്യങ്ങൾ നിൽക്കുക, അവസാനത്തെ മനുഷ്യനെ അഭിസംബോധന ചെയ്യുക എന്ന് പറയുന്ന ഗാന്ധിയൻ സാമ്പത്തിക ശാസ്ത്രത്തെ തിരസ്കരിക്കുക. വളരെ കൃത്യമായി ഗാന്ധിയെ മാത്രമല്ല ഗാന്ധിയൻ ഉള്ളടക്കങ്ങളെ കൂടി തിരസ്കരിക്കുന്ന ഒരു നിയമനിർമ്മാണമായി മാത്രമേ ഇതിനെ കാണൂ. അതുപോലും നിയമത്തിനകത്ത് വളരെ കൃത്യമായി ഒളിച്ചു കടത്തുകയും ഈ പാർലമെന്റിനെ അഭിമുഖീകരിക്കുന്നതിനും അഭിസംബോധന ചെയ്യുന്നതിനും പരാജയപ്പെട്ട സർക്കാർ ചെയ്യുന്ന പതിവ് നാടകമായി മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ. ശരി, കെ അനുരാജ്, അങ്ങേക്ക് പ്രതികരിക്കാം. ഇപ്പോൾ കഴിഞ്ഞ 2 വർഷങ്ങളായി 2024 അതിനു മുമ്പ് 2023 വർഷങ്ങളിലൊക്കെ തന്നെയും വലിയ തോതിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും ഒരുപാട് ആളുകളെ ഒഴിവാക്കിയിട്ടുണ്ട്, പദ്ധതിയിൽ നിന്നും പുറത്താക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ പദ്ധതിയുടെ പേര് മാറ്റുന്നതിലൂടെ സംഭവിക്കാൻ പോകുന്നത്. കോടിക്കണക്കിന് ആളുകൾ ഇതിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നു എന്നത് മാത്രമല്ല, സംസ്ഥാനങ്ങളുടെ ദുരിതം കൂടുന്നു എന്ന് മാത്രമല്ല, ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചൊക്കെ ഇപ്പോൾ തന്നെ കുടിശ്ശികയുണ്ട് എന്നതാണ് നമ്മുടെ അനുഭവം. ഇക്കാര്യത്തിൽ അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ തുല്യമായി ഇത് പങ്കുചേരുക സംസ്ഥാനവും കേന്ദ്രവും എന്ന രൂപത്തിലല്ല, കേന്ദ്രങ്ങൾക്ക് മേൽ സംസ്ഥാനങ്ങൾക്ക് മേൽ ബാധ്യതയാണ് വരുന്നത്. അത് ശരിയാണ്. പുതിയ നിയമത്തിൽ നേരത്തെ 90% കേന്ദ്രവും 10% സംസ്ഥാനമായിരുന്നെങ്കിൽ പുതിയ സാഹചര്യത്തിൽ, പുതിയ രീതിയിൽ, പുതിയ സംവിധാനത്തിൽ അത് 60%-വും 40%-വുമായി. അതേസമയം നമ്മുടെ ഈ തൊഴിൽ ദിനങ്ങളുടെ എണ്ണം 100-ൽ നിന്ന് 125 വർദ്ധിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അത് വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ സാമ്പത്തിക ബാധ്യതയും വർദ്ധിക്കും. ആ പുതിയ സാഹചര്യത്തിൽ ആ സാമ്പത്തിക ബാധ്യത താങ്ങാൻ സംസ്ഥാനങ്ങളോട് ഉത്തരവാദിത്തമുണ്ട്. അതുപോലെ തന്നെ അത്തരം കാര്യങ്ങളിലൊക്കെ ചർച്ചകൾ ഉണ്ടാകുന്നതിനോ അത്തരം കാര്യങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതിനോ ഒന്നും കുഴപ്പമില്ല. അതൊക്കെ സ്വാഗതാർഹമാണ്, ജനാധിപത്യ സംവിധാനമാണ്. അതുപോലെ തന്നെ കുടിശ്ശിക കിട്ടാനുള്ളത്, പല കുടിശ്ശികയുടെയും നമ്മൾ അന്വേഷിച്ച് പോകുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും സംസ്ഥാനത്തിൻ്റെ ഭാഗത്തു നിന്നും പ്രശ്നം ഉണ്ടാകുന്നു. യഥാവിധി രേഖകൾ സമർപ്പിക്കപ്പെടാതിരിക്കുക, അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളും ആ രീതിയിൽ പരിശോധിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. അത് ചിലപ്പോൾ കേരളത്തിൻ്റെ ഒറ്റപ്പെട്ട സാഹചര്യമായിരിക്കാം, എങ്കിലും അത് ആശ്വാസകരമല്ല, അല്ലെങ്കിൽ അത് നമുക്ക് സ്വീകാര്യമായൊരു സാഹചര്യമില്ല. അത്തരം കാര്യങ്ങൾ നമ്മൾ ആ സംവിധാനത്തിലൂടെ ചർച്ച ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. പിന്നെ ഈ നിയമത്തിൽ വന്നിട്ടുള്ള, ഞാൻ പറഞ്ഞില്ല, ഇത്തരം പുതിയ കാര്യങ്ങൾ നേരത്തെ ഇപ്പോൾ ഇവിടെ പലപ്പോഴും ചിലർ അത് ചർച്ച ചെയ്യാനൊക്കെ മടി കാണിച്ചു. ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ചില നമ്മുടെ സീസൺ നോക്കിയിട്ട് അത് ഹോൾഡ് ചെയ്യാനുള്ള സാഹചര്യം, അതുപോലെ തന്നെ കൃഷി അതിൻ്റെ വിളവെടുപ്പിൻ്റെ സമയത്ത് മാറ്റിവെക്കാനുള്ള സാഹചര്യം, അങ്ങനെയൊക്കെയുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ ചില മേഖലകൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ആ മേഖലകളിൽ ഊന്നൽ നൽകാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇപ്പം അടിസ്ഥാന സൗകര്യ മേഖല പോലത്തെ ചില മേഖലകൾ കേന്ദ്ര സർക്കാർ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അത്തരത്തിൽ ദേശീയ തലത്തിൽ ചില മേഖലകളിൽ ശ്രദ്ധ കൊടുക്കേണ്ടതാണ് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആ മേഖലകൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവിടെയാണ് കേന്ദ്രത്തിൻ്റെ ഒരു കാര്യം ഇടപെടലും അല്ലെങ്കിൽ തീരുമാനമൊക്കെ പറയുന്നത്. അതോടൊപ്പം തന്നെ വില്ലേജ് ലെവലിൽ ഈ പ്രവർത്തനം നമുക്ക് എന്താ പറയുക പ്ലാൻ ചെയ്യാനുള്ള സംവിധാനം അതിനകത്തുണ്ട്. നേരത്തെ നമുക്കറിയാം സംസ്ഥാന സർക്കാരുകൾ ഈ രീതിയിലുള്ള എത്ര വിഹിതം വേണമോ എന്നൊക്കെ ആവശ്യപ്പെടുന്ന സാഹചര്യമായിരുന്നു. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിസ്അപ്രോപ്രിയേഷനും കാര്യങ്ങളൊക്കെ അതിൽ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അത്തരം പ്രശ്നങ്ങളൊക്കെ കൂടെ കണ്ട സാഹചര്യത്തിൽ കൂടിയായിരിക്കണം ഈ പുതിയ നിയമം വന്നിട്ടുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ നിയമത്തിൽ പരിഹരിക്കുകയും ചെയ്ത് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. UPA സർക്കാർ ഇറങ്ങി NDA സർക്കാർ വന്നതോടുകൂടി തന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് സ്മൃതിയെങ്കിലും നമ്മൾ ഈ ചർച്ചയിൽ കുടിശ്ശിക പല മേഖലയിലുണ്ട്. കുടിശ്ശിക എന്നുള്ളത് നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യമായിരിക്കാം, മറ്റു സംസ്ഥാനങ്ങളിലെ കാര്യം നമുക്കറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിന് മറ്റ് തടസ്സങ്ങളില്ല. അതിനുണ്ടാവേണ്ടുന്ന തടസ്സം ഇത്തരത്തിലുള്ള ഔദ്യോഗിക സംവിധാനത്തിലെ കമ്മ്യൂണിക്കേഷന്റെ പ്രശ്നങ്ങളോ അത്തരം പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചർച്ച ചെയ്യാം. യഥാവിധി ചെയ്യാത്തത് കൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. യഥാവിധി ചെയ്യാത്തത് കൊണ്ടാണ് നമ്മളിപ്പോൾ അവസാനത്തെ എനിക്കെതിരെ കുറെ വിമർശനങ്ങൾ ഇവിടെ ഉന്നയിച്ചു. ആ രീതിയിൽ ഞാൻ പ്രതികരിക്കുന്നില്ല. കാരണം
എന്നെ വ്യക്തിപരമായിട്ടൊക്കെ വിമർശിക്കുന്ന സാഹചര്യം അല്ല, ഉണ്ടായി. അങ്ങനെ അതുകൊണ്ട് ഞാൻ ചെയ്യാറില്ല. വ്യക്തിപരമായി നമുക്ക് എടുക്കുകയും ടെലിവിഷൻ ചെയ്യരുത്. ചാനൽ വ്യക്തിപരമായിട്ട് ഡിസ്കഷനിൽ നിങ്ങൾക്ക് അങ്ങനെ തമ്മിൽ ചെയ്യരുത് പരിചയം പോലും എന്നുള്ളതാണ്. ഇല്ലല്ലോ, അങ്ങനെ പറയരുത്. അല്ല, അങ്ങനെ ഉണ്ടായി. പക്ഷെ നിർഭാഗ്യവശാൽ ഇല്ല രണ്ടുപേരുണ്ടായി. ഒരാൾ രണ്ടുപേരും എനിക്ക് ക്ലാസ് എടുക്കുക, എല്ലാവരും എനിക്ക് ക്ലാസ് എടുക്കുകയായിരുന്നു. അപ്പൊ അതിന്റെ കാര്യമൊന്നും അതിനകത്തില്ല. ഞാൻ അതിനോട് ആ ലെവലിൽ മറുപടി പറയുന്നില്ല. ഇപ്പൊ ദീനദയാൽ ഉപാധ്യായയുടെ റോൾ എന്താണ്, അല്ലെങ്കിൽ മഹാത്മാഗാന്ധി ഏത് രീതിയിലാണ് പാർശ്വവൽക്കരിക്കുന്നതൊക്കെ ഒന്നും ഉണ്ടായി. മഹാത്മാഗാന്ധിയെ ഈ പാർശ്വവൽക്കരിക്കുന്നതൊക്കെ ആരോപിക്കുന്നവർ ഈ ബില്ലിന് പേരിടാൻ 4 വർഷം എടുത്തില്ലേ? 4 വർഷം എടുത്തില്ലേ അവർ ബില്ലിന് പേരിടാൻ? മഹാത്മാഗാന്ധിയെ സംരക്ഷിക്കാൻ ഇവരെ കൊണ്ട് സാധിച്ചോ? മഹാത്മാഗാന്ധി വെടിയേറ്റ് മരിക്കുന്ന ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ അദ്ദേഹത്തിനെതിരെ ബോംബാക്രമണ ശ്രമം ഉണ്ടായിരുന്നു. അതിനൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തവരാണ് ഇവരൊക്കെ. അതുപോലെ ഗാന്ധി എന്താക്കി, ഇന്ത്യ മാന്തി പുണ്ണാക്കി എന്ന് മുദ്രാവാക്യം ഗാന്ധി വാർദ്ധയിലെ കള്ളദൈവമാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ പറഞ്ഞവരൊക്കെ ഗാന്ധിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഗാന്ധിസത്തിന്റെ പ്രസക്തി. അതുകൊണ്ട് ഗാന്ധിസം ഇതിൽ ഇവിടെ സുരക്ഷിതമായിരിക്കും. അതുപോലെ തന്നെ ദീനദയാൽ ഉപാധ്യായജിയാണ് അന്ത്യോദയ സ്കീം പോലുള്ള പദ്ധതികൾ കൊണ്ടുവന്നത്. ഇന്റഗ്രൽ ഹ്യൂമനിസം കൊണ്ടുവന്ന അദ്ദേഹമാണ്. അത്തരം പദ്ധതികൾ ഭാരതീയമാണ്. ആ പദ്ധതിയുടെ മുന്നോട്ടുള്ള പോക്കിലേക്കുള്ള ഒരു ചുവടാണ് ഈ പദ്ധതിക്ക് ഭാരതീയമായ പദ്ധതിയിൽ രാഷ്ട്രപിതാവിന്റെ പേര് എന്ന പേരിട്ടുകൊണ്ട്. അതുകൊണ്ട് ഈ പദ്ധതിയുടെ ഭാവിയെ സംബന്ധിച്ച് എനിക്ക് യാതൊരു ആശങ്കയുമില്ല. ഇത് വളരെ നല്ല രീതിയിൽ സംവിധാനം, രാഷ്ട്രീയ സംവിധാനമായാലും മറ്റു തരത്തിലുള്ള സാമൂഹ്യ സംവിധാനമായാലും ദേശീയ ചെയ്യേണ്ടത്. അല്ലാതെ നമുക്ക് ചർച്ചയ്ക്ക് കിട്ടിയ, നമുക്ക് സൃഷ്ടിപരമായി മുന്നോട്ട് പോകാൻ സൃഷ്ടിപരമായിട്ടൊക്കെ എങ്ങനെയാണ് ഏകപക്ഷീയമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ? ദിനു പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ബില്ലിന്റെ ഏകപക്ഷീയമാണെന്ന് ഡിമാൻഡുള്ള സമയത്ത് വർക്ക് നൽകാമെന്ന രീതിയിലാണെങ്കിൽ നൽകാമെന്ന MGNRIGSന്റെ സ്കീമിൽ മറ്റുള്ളവർ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ ഇവരെല്ലാം പറഞ്ഞു ഇനിയും സമയം കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ, കുറവുകൾ ഉണ്ടെങ്കിൽ, വീഴ്ചകൾ ഉണ്ടെങ്കിൽ ഇതൊരു ജനാധിപത്യ സംവിധാനമാണ്. ദിനു പറയട്ടെ ഒന്ന്. ദിനു പറഞ്ഞ് അവസാനിപ്പിക്കും. ഓക്കെ, ഈ ബില്ലിന്റെ ഗുരുതരമായ ചില പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് വർക്ക് ഓൺ ഡിമാൻഡ് ആയിരുന്നു MGNRIGSന്റെ അകത്ത് ഉണ്ടായിരുന്നത്. പക്ഷെ അതിനെ ഡൈല്യൂട്ട് ചെയ്തുകൊണ്ട് ഇത് സ്റ്റേറ്റിന്റെ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ അപ്രൂവ്ഡ് പ്ലാൻ പ്രകാരമാണ് ഇത് മുന്നോട്ടേക്ക് പോകുന്നത് എന്നാണ് ഒന്ന്. 2 സെക്ഷൻ 6 പറയുന്നത് 60 ദിവസം പ്രോഹിബിറ്റ് ചെയ്യാണ്. ഇദ്ദേഹം അത് വലിയ നേട്ടമായിട്ടാണ് വലത് നിരീക്ഷകൻ പറഞ്ഞത്. നോക്കൂ, ഭൂരഹിതരായിട്ടുള്ള കർഷകർക്ക് അഗ്രേറിയൻ സൈക്കിളിന്റെ സമയത്താണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വരുന്നത്. അത്തരം ഡിസ്ട്രസ് അനുഭവിക്കുന്ന സമയത്ത് 60 ദിവസം മാൻഡേറ്ററി ആയിക്കൊണ്ട് തൊഴിൽ നൽകാതിരിക്കുന്ന ഒരു പദ്ധതിയാണ് ഇത്. അപ്പോൾ തൊഴിൽ ദിനം കൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ 60 ദിവസത്തെ തൊഴിൽ കൂടി ഇല്ലാതാവുകയാണ് ഇന്ത്യയിൽ പാർശ്വവൽക്കൃത വിഭാഗത്തെ സംബന്ധിച്ച്. 243 ജിയുടെയും 243 എയുടെയും എസൻസ് ഇല്ലാണ്ടാക്കാണ്. ഗ്രാമസഭകളാണ്, പങ്കാളിത്ത ജനാധിപത്യ പ്രക്രിയയാണ് MGNRIGSനെ മുന്നോട്ട് നയിച്ചതെങ്കിൽ അതിൽ നിന്ന് മാറിക്കൊണ്ട് നാഷണൽ ലെവൽ സ്റ്റിയറിംഗ് കമ്മിറ്റി അടക്കം സെക്ഷൻ 14 പ്രകാരം ഉണ്ടാക്കി ഡീസെൻട്രലൈസേഷൻ അജണ്ടയെ തന്നെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. 4 ബയോമെട്രിക് ഒതന്റിക്കേഷൻ കൃത്യമായി വേണമെന്നും GPS ബേസ്ഡ് വർക്ക് മോണിറ്ററിംഗ് വേണമെന്ന് പറയുമ്പോൾ പ്രായമായ ആളുകൾ, മൈഗ്രൻസ്, ഡിജിറ്റൽ ഡിവൈഡ് ഉള്ള ഇന്ത്യ, ലോ കണക്ടിവിറ്റി ഉള്ള ഇന്ത്യ, ഇതെല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് ഗ്രീവൻസ് തീർക്കാൻ വേണ്ടി പോലും സിസ്റ്റമിക് ആയിക്കൊണ്ട് അൽഗോരിതത്തെ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് പോകുന്നത്. 5ാമത്തെ ഒരു പ്രശ്നം കൂടെ ഞാൻ സൂചിപ്പിക്കുന്നു. ഡിസ്ട്രസ് ഉണ്ടാകുമ്പോൾ, ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് സ്റ്റേറ്റിന് തീരുമാനിക്കാമായിരുന്നു എങ്ങനെയാണ് വർക്ക് അലോക്കേറ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. ഈ ഓട്ടോണമിയെ മാറ്റിക്കൊണ്ട് സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവൽ വേണമെന്ന് വളരെ കൃത്യമായി സെക്ഷൻ 7 പറയുന്നു. സ്മൃതി ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. AK അനുരാജ് നേരത്തെ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം കണ്ണൂരുകാരനാണെന്ന്. ഭാഗ്യം ഇവിടെ BJP ഭരിക്കാത്തത്, അല്ലെങ്കിൽ കണ്ണാശ്രമ നഗറിൽ നിന്ന് വരുന്ന ആളാണെന്ന് പറയേണ്ട ഗതികേട് അദ്ദേഹത്തിന് ഉണ്ടാവുമായിരുന്നു. ശരി, വളരെ നന്ദി ശ്രീ P. സന്തോഷ് കുമാർ, ശ്രീ VR അനൂപ്, ശ്രീ ദിനു വേൽ, ശ്രീ AK അനുരാജ് ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.